ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും ദുഃഖാതി കുരിശായിരിക്കും സ്തുതി. അതിലെ എപ്പോഴെപ്പോഴും നയിക്കാറുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ ഒരു വർഷത്തെ അല്ലെങ്കിൽ 1.5 വർഷത്തെ തിയോളജി ക്ലാസ് നമ്മുടെ ദേറായിൽ നിന്നും ബേത്തപ്രയ നസ്രാണി ദേറായിൽ നിന്നും നമ്മൾ സംഘടിപ്പിച്ചിരുന്ന ഒരു വർഷത്തെ നമ്മുടെ തിയോളജി ക്ലാസ് ഇന്ന് അവസാനത്തെ ക്ലാസ് ആണ്. നമ്മൾ 18 ക്ലാസ്സുകളായിരുന്നു അറേഞ്ച് ചെയ്തിരുന്നത്. 6 ക്ലാസ്സുകൾ സുറിയാനിയുടെ 6 ക്ലാസ് അല്ല, അതിനുശേഷം മുന്നോട്ട് പോകുന്നുണ്ട്. എങ്കിലും ഇന്ന് നമ്മുടെ ഔദ്യോഗികമായിട്ട് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരുന്നതെല്ലാം അവസാനിക്കുകയാണ്. ഇന്ന് നമുക്ക് അവസാന ദിവസം നമുക്ക് ഒരു ഭാഗ്യമുണ്ട്. കാരണം നാളെ നമ്മൾ കൈത്താക്കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ നമ്മുടെ യാമപ്രാർത്ഥനകളെ കുറിച്ചും അതുപോലെ തന്നെ ലിറ്റർജിക്കൽ സീസൺസിനെ കുറിച്ചും നമ്മുടെ സീറോ മലബാർ സഭയിലെ ഇത്രയും മനോഹരമായിട്ട് ക്ലാസ്സുകൾ എടുക്കാൻ ജെയിംസ് ചവറപ്പുഴ അച്ഛനെ പോലെ മറ്റാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ഞങ്ങളെയും വടവാതൂര് അച്ഛൻ തന്നെയാണ് പഠിപ്പിച്ചത്. വളരെ സന്തോഷമുണ്ട് അച്ഛനെ നമുക്ക് ഇന്ന് ലഭിച്ചതിൽ. അച്ഛൻ കാഞ്ഞിരപ്പള്ളി രൂപതാംഗമാണ്. അതുപോലെ തന്നെ നല്ലതണ്ണയിലുള്ള നസറാണി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അച്ഛൻ മുൻകൈ എടുത്ത് വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടുവരുന്ന ഒരു സ്ഥാപനവും നമുക്ക് വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് സുറിയാനി പാരമ്പര്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ യാമ പ്രാർത്ഥനയെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചുമൊക്കെ അച്ഛൻ നമുക്ക് പറഞ്ഞു തരും. അച്ഛനെ വടവാതൂർ സെമിനാരിയിൽ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ മലങ്കര മേജർ സെമിനാരിയിൽ, സെന്റ് മേരീസ് മലങ്കര മേജർ സെമിനാരിയിലും ഒക്കെ അച്ഛൻ പ്രൊഫസറായിട്ട് സേവനം ചെയ്തിട്ടുണ്ട്. ലിറ്റർജിയെക്കുറിച്ച് വളരെ അഗാധമായിട്ട് പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഒരാളായിട്ടാണ് അച്ഛനെ എനിക്ക് പലപ്പോഴും കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അച്ഛനെ ഏറെ സ്നേഹത്തോടെ നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് അച്ഛനെ ശ്രമിക്കാം. ക്ലാസ് അച്ഛന് വളരെ തിരക്കുള്ള ഒരു പള്ളിയിലാണ് ഇപ്പോൾ. അതുകൊണ്ട് അച്ഛന് നോട്ട് നമുക്ക് തരാനായിട്ട് സാധിച്ചില്ല. ഞാൻ അച്ഛനോട് നേരത്തെ പറഞ്ഞിരുന്നു, പക്ഷെ അച്ഛന് വളരെ തിരക്കുള്ള സമയമായതുകൊണ്ട് അച്ഛന് സാധിച്ചില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ യൂട്യൂബിലെ വീഡിയോ വെച്ചായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ നോട്ടുകൾ നമുക്ക് അയച്ചു തരേണ്ടത്. അപ്പോൾ അച്ഛനെ ഏറെ സ്നേഹത്തോടെ നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് അച്ഛനെ ഏറ്റവും ഹൃദയപൂർവ്വം ശ്രമിക്കാം. എല്ലാവർക്കും സന്തോഷം. നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ യാമശുശ്രൂഷകളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആദ്യം ഒരു എക്സ്ക്യൂസ് പറഞ്ഞോട്ടെ. എനിക്ക് നോട്ട് ഒന്ന് തരാനായിട്ട് സാധിച്ചില്ല. അച്ഛൻ എന്നോട് പറഞ്ഞായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ഒരു ഇച്ചിരി തിരക്കുള്ള പള്ളിയിലായിരിക്കുന്നത്. ചെറുക്കടവ് നടപ്രേമിൻ്റെ പേരിലൊരു പള്ളിയാണ്. അവിടെ എന്നും പരിപാടികളും കാര്യങ്ങളൊക്കെയാണ്. എന്നാണേലും ഞാൻ ഇച്ചിരി നേരത്തെ നിർത്തുവേ. ഇവിടെ എല്ലാം ഇപ്പം ഓരോ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുറിക്കറിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ആൾക്കാരോട് പറഞ്ഞാൽ അത് മനസ്സിലാകുകയല്ലോ ഓൺലൈൻ ക്ലാസ് ആണെന്നൊക്കെ. എന്തായാലും കുഴപ്പമില്ല. നമുക്ക് യാമ ശുശ്രൂഷകളെ കുറിച്ച് നമുക്ക് ഒരുമിച്ച് കുറച്ച് കാര്യങ്ങൾ ധ്യാനിക്കാം. കൈത്തക്കാലം ആരംഭിക്കുകയാണ്. അതിൻ്റെ ആശംസകളും എല്ലാവർക്കും നേരുന്നു. എന്നെ കേൾക്കാമല്ലോ അല്ലേ കൃത്യമായിട്ട്? ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞ് തരാൻ ശ്രമിക്കുന്നതുമാണ്. യാമശുശ്രൂഷകൾ എന്ന് പറയുമ്പോൾ നമ്മൾ യാമശുശ്രൂഷകൾ, യാമപ്രാർത്ഥനകൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ കാര്യം, അത് നമുക്ക് ഈ യാമപ്രാർത്ഥനകളെ കുറിച്ച് പറയുന്ന ചില വാക്കുകൾ നമുക്ക് നോക്കാം. വിവിധ പാരമ്പര്യങ്ങളിലും വിവിധ ടെക്സ്റ്റുകളിലും ഒക്കെ വിവിധ പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. നിങ്ങൾ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ യാമപ്രാർത്ഥനകളെ കുറിച്ച് പല പേരുകളിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. അത് ഓരോന്നായിട്ട് ഒന്നാമത്തെ ഒരു പേരാണ് യാമപ്രാർത്ഥനകൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന കാര്യം. യാമപ്രാർത്ഥനകൾ, ലിറ്റർജി ഓഫ് ദ അവേഴ്സ് എന്ന് പറയുന്ന ഇംഗ്ലീഷ്, അതിൽ നിന്നാണ് യാമപ്രാർത്ഥനകൾ, ലിറ്റർജി ഓഫ് ദ അവേഴ്സ്. അതാണ് ഒന്നാമത്തെ ഒരു പേര്. രണ്ടാമത്തേത് വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു പേരാണ് ദൈവസ്തുതികൾ, ഡിവൈൻ പ്രൈസസ് എന്നതിനെ കുറിച്ച് പറയും. ദൈവസ്തുതികൾ
എന്ന് പറയും, ഡിവൈൻ പ്രൈസസ്. മൂന്നാമത്തേത് ആണ് കാനോന നമസ്കാരം എന്ന് പറയും, കാനോനിക്കൽ അവേഴ്സ്. നേരത്തെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പേരാണ്. ഞങ്ങളൊക്കെ സെമിനാരി ചേരുമ്പോൾ ഈ കാനോന നമസ്കാരം എന്നുള്ള പേര് വളരെ പ്രചാരത്തിലായിരുന്നു. മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ കാനോന നമസ്കാരം ചെല്ലണം എന്നൊക്കെ ഇങ്ങനെ പറയുന്ന അട്ടയം ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പം അങ്ങനെ അധികം പറയാറില്ല. കാനോനിക്കൽ അവേഴ്സ് അല്ലെങ്കിൽ കാനോന നമസ്കാരം എന്നുള്ളൊരു വാക്കുണ്ട്. നാലാമത്തെ ഒരു വാക്കാണ് സ്തുതിയുടെ ബലി. സ്തുതിയുടെ ബലി, സാക്രിഫൈസ് ഓഫ് പ്രൈസ് എന്ന് പറയും, സ്തുതിയുടെ ബലി. ഇത് വിവിധ പുസ്തകങ്ങൾ വായിക്കുമ്പോഴൊക്കെ നിങ്ങൾ കാണുന്ന വാക്കുകളാണ് ഇത് പറയുന്നത്. അഞ്ചാമത്തെ ഒരു വാക്കാണ് ആധ്യാത്മിക ബലി അല്ലെങ്കിൽ സ്പിരിച്വൽ സാക്രിഫൈസ്, ആധ്യാത്മിക ബലി എന്നുള്ള ഒരു വാക്ക്. ആറാമത്തെ ഒരു വാക്കാണ് ഡിവൈൻ ഓഫീസ്. ഡിവൈൻ ഓഫീസ് എന്നുള്ള ഒരു വാക്ക് നമുക്ക് കാണാം. മറ്റൊരു വാക്കാണ് ബ്രീവിയറി. അതും ഒരു ലാറ്റിൻ പാരമ്പര്യത്തിൽ പറയുന്ന പേരാണ്. ബ്രീവിയാറിയും എന്ന് പറയുന്ന ഒരു ലാറ്റിൻ പദത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ്. ഷോർട്ട് പ്രയർ എന്നാണ് അതിൻ്റെ അർത്ഥം. ബ്രീവിയറി ചെറുതാക്കിയ പ്രാർത്ഥനകൾ എന്നുള്ള അർത്ഥത്തിലാണ്. ഈ ബ്രീവിയറി എന്നുള്ള വാക്കും ഞങ്ങളൊക്കെ സെമിനാരി ചേരുന്ന സമയത്ത് കൂടുതൽ ഉപയോഗിച്ചിരുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ബ്രീവിയറി ഇപ്പം അതങ്ങനെ കേൾക്കാറില്ല. ബ്രീവിയാറിയും എന്നുള്ള പദത്തിൽ നിന്ന് വരുന്ന. അപ്പോൾ വ്യത്യസ്തമായ പേരുകൾ യാമ പ്രാർത്ഥനകളെ കുറിച്ചുണ്ട്. നമ്മുടെ സുറിയാനി പാരമ്പര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അനുയോജ്യമായ ഒരു വാക്കെന്ന് പറയുന്നത് യാമ ശുശ്രൂഷകൾ എന്നാണ്. യാമ ശുശ്രൂഷകൾ. ശുശ്രൂഷകൾ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ലിറ്റർജി എപ്പോഴും തെശ്മശത്താണ് നമ്മുടെ സുറിയാനി പാരമ്പര്യത്തിൽ പറയുന്നത്. ഇറ്റ് ഈസ് എ സർവീസ്, അത് ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷ എന്നുള്ള അർത്ഥത്തിലാണ് പക്ഷേ നമ്മുടെ ശുശ്രൂഷയുടെ സഭ ഔദ്യോഗികമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന പുസ്തകത്തിന്റെ ടൈറ്റില് ചെറുമഴ സഭയുടെ യാമ പ്രാർത്ഥനകൾ എന്നാണ്. അപ്പൊ അത് കുറച്ചുകൂടെ ഒരു മനോഹരമായ വാക്ക് പറഞ്ഞതേ ഉള്ളൂ, യാമ ശുശ്രൂഷകൾ. പിന്നെ യാമ നമസ്കാരങ്ങൾ എന്നുള്ള വാക്കും പലപ്പോഴും കേൾക്കാറുണ്ട്. അപ്പൊ വ്യത്യസ്തമായ പേരുകളിൽ അറിയപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ കുറച്ച് സമയം ധ്യാനിക്കാനായിട്ട് പോകുന്നത്. അതിൽ സുറിയാനി പാരമ്പര്യത്തിലുള്ള വാക്ക് ഓർത്തിരിക്കുക, യാമ ശുശ്രൂഷകൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ചൈതന്യത്തോട് ചേരുന്നതാണ്. ഇനി രണ്ടാമത് നമ്മൾ കാണുന്നത് ഈ യാമ ശുശ്രൂഷകളെ നമുക്ക് എങ്ങനെ എന്താണെന്ന് പറയാം. ഈ എന്താണെന്ന് പറയാന്ന് പറയുന്ന ഒരു സുറിയാനി പൗരസ്ത്യ രീതി അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു പാരമ്പര്യം നമുക്ക് കുറവാണ്. ഒരുപക്ഷെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ അതൊക്കെ ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടാകണം. ഈ ഒരു പാശ്ചാത്യ പാരമ്പര്യത്തിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഉദാഹരണം പറഞ്ഞാൽ എന്താണ് തൃത്വം, പരിശുദ്ധ തൃത്വം എന്താണ്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ വാട്ട് ഈസ് യുവർ ഫെയ്ത്ത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ധാരാളം പുസ്തകങ്ങൾ പാശ്ചാത്യ പാരമ്പര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, പാശ്ചാത്യ സഭയിലെ ക്രിസ്ത്യൻ ട്രഡീഷനിൽ. എന്നാൽ നമ്മുടെ പൗരസ്ത്യ പാരമ്പര്യത്തിലേക്ക് സുറിയാനി പാരമ്പര്യത്തിലേക്ക് ഡെഫിനിഷൻസ് കുറവാണ്, ഡിഫൈൻ ചെയ്യുന്ന ഒരു പാരമ്പര്യം കുറവാണ്. നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിനേക്കാളും നമ്മൾ കൺഫസ് ചെയ്യാണ് ചെയ്യുന്നത്, ഏറ്റുപറയുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളൊന്നിനെ ഇതാണ് എന്ന് പറയുന്നതിനേക്കാളും നമ്മൾ ഏറ്റുപറയുന്നു. ഉദാഹരണത്തിന് നമ്മുടെ കുർബാനയിൽ വാട്ട് ഈസ് യുവർ ഫെയ്ത്ത് എന്നൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണെന്ന് നമ്മൾ പറയുന്നേക്കാൾ ഉപരി നമ്മൾ കുർബാന അർപ്പണത്തിലേക്ക് നമ്മൾ പോകുന്നു. കുർബാന തുടങ്ങുന്നത് തന്നെ അല്ലേ, പ്രദക്ഷിണം വന്ന് നിൽക്കുന്നു, അതിനർത്ഥമുണ്ട് നമുക്കറിയാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. എന്താണ് അതിൻ്റെ അർത്ഥം? ദൈവം മനുഷ്യാവതാരം ചെയ്തു എന്നുള്ള യാഥാർത്ഥ്യം 3 തവണ ആവർത്തിച്ച് പറയുന്നതിലൂടെ നമ്മൾ പറയുകയാണ് ഞങ്ങളുടെ ദൈവം പരിശുദ്ധ തൃത്വത്തിലെ രണ്ടാമത്തെ ആള് മനുഷ്യനായി അവതരിച്ചു എന്നുള്ള യാഥാർത്ഥ്യം. എന്നിട്ട് പിന്നെ പറയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഞങ്ങളുടെ ദൈവം സ്വർഗത്തിലാണ്, അത് പിതാവാണ്. ആ പിതാവ് ഭൂമിയിലെ പിതാക്കന്മാരെ പോലെ അല്ല, അതുകൊണ്ടാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന് പറയുന്നത്. അപ്പം ഓരോന്നും അങ്ങനെയാണ്. വി ആർ കൺഫസിങ് അവർ ഫെയ്ത്ത്.
അപ്പൊ നമ്മൾ പള്ളിയിൽ കയറുമ്പോൾ കാണുമ്പോൾ പോലും അതാണ്. പള്ളിയുടെ സ്ട്രക്ചർ തന്നെ ഇറ്റ് എ കൺഫെഷൻ. പള്ളിക്കകത്തോട്ട് കയറും മദ്ബഹായുടെ തിരിശീല തുറക്കുന്നത് ഇറ്റ് എ കൺഫെഷൻ. അപ്പം നമ്മുടെ യാമശുശ്രൂഷകളെ കുറിച്ച് നമ്മൾ പറയുമ്പോഴും നമുക്കധികം ഇന്നതാണ് അതെന്ന് നമുക്ക് പറയാൻ പാടുണ്ട്. എന്നാലും നമുക്ക് ശ്രമിക്കാം. എന്നാലും അതിനേക്കാൾ ഉപരി എന്താണെന്ന് അനുഭവിച്ചറിയാനാണ് പറ്റുന്നത്. യാമശുശ്രൂഷ എന്താണെന്ന് അനുഭവിച്ച് അറിയാനായിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ശ്രമിക്കേണ്ടതും. അപ്പം യാമശുശ്രൂഷ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ചോദിച്ചാൽ അത് ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. വിവിധ യാമങ്ങളിൽ സഭ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് യാമശുശ്രൂഷ. വിവിധ യാമങ്ങളിൽ സഭ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ആ വിവിധ യാമങ്ങളിൽ എന്തിനാണ് സഭ പ്രാർത്ഥിക്കുന്നത്? ആ പ്രാർത്ഥിക്കുന്നവരെ വിശുദ്ധീകരിക്കാനും ആ യാമങ്ങളെ വിശുദ്ധീകരിക്കാനുമാണ്. ആ പ്രാർത്ഥിക്കുന്നവരെ വിശുദ്ധീകരിക്കാനും യാമങ്ങളെ വിശുദ്ധീകരിക്കാനുമാണ്. ആ വിശുദ്ധീകരണം അല്ലെങ്കിൽ ആ പ്രാർത്ഥന നടക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ നടക്കുന്നു. ഒന്ന്, എല്ലാ പ്രാർത്ഥനകളും അതാണല്ലോ, ദൈവ മഹത്വമാണ് ഒന്ന്. രണ്ടാമത്തേത് മനുഷ്യന്റെ വിശുദ്ധീകരണം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ആ രണ്ട് കാര്യങ്ങളാണ്. നമ്മുടെ കുർബാനയുടെ തുടക്കം അതാണ്. പിന്നെ ഞങ്ങൾ ദൈവത്തിന് സ്തുതിയും മഹത്വവും ഉണ്ടാവുക. രണ്ട്, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും ഉണ്ടാകുക, പ്രത്യാശയും ഉണ്ടാകുക. ഇതാണ് എല്ലാ പ്രാർത്ഥനകളുടെയും ഒരു എൻഡ് എന്ന് പറയും. അത് തന്നെയാണ് ഇവിടെ. നമ്മൾ യാമശുശ്രൂഷകൾ ചെയ്യുന്നതോടുകൂടി നമ്മുടെ യാമങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നു, നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പം ദൈവം മഹത്വപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം ഈ വിവിധ യാമങ്ങളെ വിശുദ്ധീകരിക്കുന്ന പ്രാർത്ഥനകളാണ്. അപ്പൊ ഇതിനെ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുർബാനയുമായിട്ട് ബന്ധപ്പെടുത്തി മാത്രമേ നമുക്ക് യാമശുശ്രൂഷകളെ അല്പമെങ്കിലും മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. കുർബാനയിൽ നിന്ന് വേർതിരിച്ച് യാമശുശ്രൂഷയെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അപ്പൊ യാമശുശ്രൂഷയെ മനസ്സിലാക്കാനായിട്ട് ഒരു ഉദാഹരണം പറയാം. ഉദാഹരണം ഒരുപക്ഷെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാകും. നമ്മുടെ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് എപ്പോഴും രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രക്തം പമ്പ് ചെയ്ത് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈ രക്തം എത്തുന്നു. എങ്ങനെയാണ് എത്തുന്നത്? ഞരമ്പുകളിലൂടെയാണ് എത്തുന്നത്. അതാണ് നമ്മൾ കാണുന്നത്, നമുക്കറിയാവുന്നത്. ഇതിനെ നമുക്ക് യാമശുശ്രൂഷകളും കുർബാനയുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കാം. നമ്മുടെ പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് മനുഷ്യന്റെ ഹൃദയത്തോട് ഉപമിക്കുകയാണെങ്കിൽ, അതായത് മനുഷ്യന്റെ ഹൃദയത്തോട് നമ്മുടെ പരിശുദ്ധ കുർബാനയെ ഉപമിക്കുകയാണെങ്കിൽ, ആ ഹൃദയത്തിൽ നിന്ന് പമ്പ് ചെയ്യുന്ന രക്തം പോലെ കുർബാനയുടെ ചൈതന്യം ദിവസത്തിന്റെ ഓരോ മണിക്കൂറിലും ഓരോ മിനിറ്റിലും ഓരോ നിമിഷത്തിലും നമ്മിലേക്ക് എത്തുന്ന ഞരമ്പുകളാണ് യാമശുശ്രൂഷകൾ. നിങ്ങൾക്കത് മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല. അതായത് പരിശുദ്ധ കുർബാനയെ മനുഷ്യന്റെ ഹൃദയമായിട്ട് ഒന്ന് കാണുക. ഹൃദയത്തിൽ നിന്ന് എപ്പോഴും രക്തം പമ്പ് ചെയ്യുന്നുണ്ട്. കുർബാനയിൽ നിന്ന് കുർബാനയുടെ ചൈതന്യം എപ്പോഴും പമ്പ് ചെയ്യപ്പെടുന്നു, പുറത്തേക്ക് വരുന്നു. ഇത് നമ്മളുടെ ജീവിതത്തിന്റെ എല്ലാ മണിക്കൂറിലേക്കും എല്ലാ മിനിറ്റുകളിലേക്കും എല്ലാ നിമിഷങ്ങളിലേക്കും എത്തിക്കുന്ന ഞരമ്പുകളാണ് യാമശുശ്രൂഷകൾ. അപ്പം മനുഷ്യ ശരീരത്തിലെ ഞരമ്പ് അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് രക്തം പോകുന്നില്ലെങ്കിൽ അതിനകത്ത് അവിടെ ഞരമ്പ് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞരമ്പിന് പ്രശ്നമാണ്, രക്തം അങ്ങോട്ട് എത്തത്തില്ല. ആ ശരീരം ദുർബലമാകും, ആ ഭാഗം ദുർബലമാകും, അവിടെ താമസിക്കാതെ ആ ഭാഗം ഡെഡായിട്ട് തീരുകയും ചെയ്യും. നമ്മളുടെ ആത്മീയ ജീവിതം തളരുന്നുവെങ്കിൽ, ഡെഡാകുന്നുവെങ്കിൽ അതിനൊരു കാരണം പരിശുദ്ധ കുർബാനയുടെ ചൈതന്യം നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാ സമയത്തും എത്താൻ സാധിക്കുന്നില്ല, എന്തെങ്കിലും ബ്ലോക്ക് വരുന്നു എന്നാണ് അർത്ഥം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടല്ലോ അല്ലേ? ക്ലിയർ ആവുന്നുണ്ട് എന്ന് കരുതുന്നു. ഉണ്ട്, ഓക്കെ. അപ്പൊ ഈ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് പമ്പ് ചെയ്യുന്ന രക്തം കുർബാനയുടെ ചൈതന്യം എന്ന് മനസ്സിലാക്കുക. ഇപ്പൊ സത്യത്തിൽ നമ്മൾ ഈ കുർബാനയുടെ ചൈതന്യം ഉൾക്കൊണ്ടാൽ
നമ്മുടെ ഈ ഭൂമി സ്വർഗമായിട്ട് തീരും, അതിന് യാതൊരു സംശയവുമില്ല. കാരണം കുർബാന സ്നേഹമാണ്, അല്ലേ? കുർബാന സ്നേഹത്തിന്റെ കൂദാശയാണ്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ അത്ര മനോഹരമായിട്ടാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. സ്നേഹത്തിന്റെ കൂദാശ എന്നുള്ള ചക്രീയ ലേഖനം തന്നെ അതാണല്ലോ, അത്ര മനോഹരമാണ്. അപ്പൊ കുർബാന സ്നേഹമാണ്. കുർബാന അർപ്പിക്കുന്ന ഒരാൾക്ക് എങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റും? കുർബാന എളിമയുടെ കൂദാശയാണ്. കുർബാന അർപ്പിക്കുന്ന ഒരാൾക്ക് എങ്ങനെ അഹങ്കരിക്കാൻ പറ്റും? കുർബാന സഹനത്തിന്റെയാണ്, മുറിക്കപ്പെടുന്നതിന്റെയാണ്. കുർബാന അർപ്പിക്കുന്ന ഒരാൾക്ക് തൻ്റെ സഹനത്തെക്കുറിച്ച് എങ്ങനെ പരാതി പറയാൻ പറ്റും? അപ്പൊ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ, എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്, അതിനർത്ഥം കുർബാനയുടെ ചൈതന്യം പുറത്തേക്ക് വരുന്നില്ല. നമ്മൾ കുർബാന അനുഭവം എന്ന് പറയുന്നത് പലപ്പോഴും എന്താണ്? പള്ളിക്കുള്ളിൽ നടക്കുന്ന ആ സോക്കോൾഡ് ഇമോഷണൽ ഫീലിംഗ് ആയിട്ട് മാത്രം ഒരു പക്ഷേ അതിനെ കാണുന്നതുകൊണ്ടാണ്. ഇപ്പൊ ഞാൻ പിള്ളേരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്, രാവിലെ കുർബാന അർപ്പിക്കുന്നു, ആഘോഷമായിട്ട് അർപ്പിക്കുന്നു, വളരെ അനുഭവമായിരുന്നു. കുർബാനാർപ്പണം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നു, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, 2 ഇഡ്ഡലി കഴിക്കുന്നു, ചായം കഴിക്കുന്നു, തീർന്നു. കുർബാനയുടെ ചൈതന്യം പോയോ? പലപ്പോഴും നമ്മൾ അങ്ങനെയാണ്, അല്ലേ? നോ, എവരി ടൈം എപ്പോഴും ഈ കുർബാനയുടെ ചൈതന്യം നമ്മളിൽ ഉണ്ടാകണം. പക്ഷെ മാനസികമായ പരിധിയും പരിമിതികളും നമുക്കുണ്ട്. നമ്മളെല്ലാം ബലഹീനരാണ്. നമുക്ക് ലോകത്തിൻ്റെതായ പല ആകുലതകളും വ്യഗ്രതകളും ഉണ്ട്, ചിലപ്പോൾ പല പ്രലോഭനങ്ങളും ഉണ്ട്. അപ്പൊ കുർബാന ചൈതന്യം എപ്പോഴും നമ്മളെ നിലനിൽക്കാൻ ബുദ്ധിമുട്ട് വരും. ഇതിന് സഭ കണ്ടുപിടിച്ചിരിക്കുന്ന മനോഹരമായൊരു കാര്യമാണ് ഏത് യാമശുശ്രൂഷകൾ എന്ന് പറയുന്നത്. രാവിലെ കുർബാന അർപ്പിച്ചു, ആ കുർബാനയുടെ ചൈതന്യം നമ്മൾ നിലനിൽക്കാൻ വേണ്ടി കുർബാന അർപ്പണം കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് കുത്താ പ്രാർത്ഥനയുണ്ട്. കുറെ കഴിയുമ്പോൾ അടുത്ത 3 മണിക്കൂർ എന്താനെയുണ്ട്. ഇങ്ങനെയൊക്കെ ഓരോ മണിക്കൂറിലും ഇടവിട്ട് കുർബാനയുടെ ചൈതന്യം നമ്മളിലേക്ക്. അപ്പോൾ എന്താണ് യാമശുശ്രൂഷയിൽ സംഭവിക്കുന്നത്? കുർബാനയുടെ എക്സ്റ്റൻഷൻ ആണ്, കുർബാനയ്ക്കുള്ള പ്രിപ്പറേഷൻ ആണ്. അപ്പം കുർബാനയുമായിട്ട് ബന്ധപ്പെടുത്തി മാത്രമേ നമുക്ക് ഈ യാമശുശ്രൂഷകളെ മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ചൈതന്യം ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അപ്പം അതാ നേരത്തെ പറഞ്ഞ്, നമ്മളിതിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതിനേക്കാളും നമുക്കതിനെ കൺഫസ് ചെയ്യാനായിട്ട് നോക്കാം. ഇതെന്താണ് ഇതുവഴി കൺഫസ് ചെയ്യുന്നത്? കുർബാനയുടെ ചൈതന്യമാണ്, കുർബാനയാണ് എന്നുള്ള ഒരു കാര്യം. അപ്പം കുർബാനയുമായിട്ട് ബന്ധപ്പെടുത്തി മാത്രമേ നമുക്കിതിനെ, ഇതൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് ഇതിനെ കാണരുത്. ഓക്കെ, ഇനി ഈ യമശുശ്രൂഷകൾ നമ്മുടെ ലിറ്റർജിയുടെ ഭാഗമാണ്. നമുക്കറിയാം, നിങ്ങൾ ലിറ്റർജിയെ കുറിച്ച് ഒക്കെ ആധികാരികമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ അറിവുണ്ട് എന്ന് അച്ഛൻ കരുതുകയാണ്. ലിറ്റർജി എന്ന് പറയുന്ന വാക്ക് തന്നെ ലൈത്തുർഗിയ, പബ്ലിക് ആക്ഷൻ, പൊതുവായ പ്രവൃത്തിയിൽ നിന്ന്, അങ്ങനെ ഒരു കൺസെപ്റ്റാണ് അതിൻ്റെ ബാക്കിലുള്ളത്. ആ ഒരു ദൈവാരാധന എന്ന് പറയുന്ന ആ ഒരു കാര്യം. അപ്പൊ ഈ ദൈവാരാധനയ്ക്കകത്ത് വരുന്ന പരിശുദ്ധ കുർബാനയുണ്ട്, കുദാശകളുണ്ട്, കുദാശ അനുകരണങ്ങളുണ്ട്, യാമശുശ്രൂഷകളുണ്ട്, ആരാധനക്രമ മത്സരമുണ്ട്, ആരാധനക്രമ കലയുണ്ട്. അപ്പം ഇത് ലിറ്റർജിയുടെ ഭാഗമാണ്. അപ്പം ഇത് ഒഴിവാക്കി നമുക്ക് ഒരു നസ്രാണി എക്സിസ്റ്റൻസോ ഇല്ല, ഒരു എൻറ്റിറ്റി നമുക്കില്ല. യാമശുശ്രൂഷകൾ ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇല്ല. അപ്പം നമ്മള് ഈ നമ്മുടെ ഒരു എന്നാ പറയുന്നത് ജീവിത സാഹചര്യത്തിലാണ്, ഈ പാശ്ചാത്യവൽക്കരണത്തിന് ശേഷം നമ്മുടെ നാട്ടിലുണ്ടായ ഒരു കാര്യത്തിലാണെ പോലും എന്തുകൊണ്ടാണ് കൂടെ ഈ ഡിവോഷൻസ് ഉണ്ടായി വരുന്നത്? നൊവേനകൾ, ജപമാലകൾ, അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയുടെ ആരാധന, വിവിധ തരം ഭക്താനുഷ്ഠാനങ്ങളൊക്കെ എങ്ങനെ രൂപപ്പെട്ടു വരുന്നു? വി ആർ മിസ്സിങ് സംതിങ്. എന്താണ് മിസ് ചെയ്യുന്നത്? സ്പിരിറ്റ് ഓഫ് കുർബാന. കുർബാനയുടെ സ്പിരിറ്റ് നഷ്ടപ്പെടുന്നത് കൊണ്ട് അതിനെ ഫില്ല് ചെയ്യാനായിട്ട് പലതും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അതൊന്നും പ്രോപ്പർ ഫില്ലിങ് ആകുന്നില്ല. നമ്മൾ എന്നാ പറയുന്നത്, കെട്ടിടം പണിയുമ്പം, അല്ലെങ്കിൽ ഒരു കയ്യാല കെട്ടുമ്പോൾ പ്രോപ്പർ അല്ലാത്ത കല്ലും ചീളും വെച്ച് കഴിയുമ്പോൾ ആ കൽക്കെട്ട് ദുർബലമായിട്ട് മാറും, അല്ലേ? അപ്പൊ നല്ല ഒരു കല്ലാശാരി, അല്ലെങ്കിൽ ഒരു എന്നാ പറയുന്നത് കൽപ്പണിക്കാരൻ കൃത്യമായ കല്ല് ചെത്തിയെടുത്ത് കയ്യാല കെട്ടി മനോഹരമാക്കുമ്പോൾ എത്ര മഴയും എത്ര പ്രശ്നം ഉണ്ടായാലും അത് അവിടെ നിൽക്കും. അപ്പം കൃത്യമായും ഈ കുർബാനയുടെ ചൈതന്യം നമ്മുടെ ഉള്ളിലേക്ക് വരാൻ
സഭ ഇതിനേക്കാളും മനോഹരമായ ഒരു കാര്യം നമുക്ക് നൽകിയിട്ടില്ല. അപ്പം യാമശുശ്രൂഷ എന്ന് പറയുന്നത് കുർബാനയിലേക്ക് നമ്മളെ നയിക്കുന്നതും കുർബാനയുടെ ചൈതന്യം ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്നതുമായ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് ഓർത്തിരിക്കുക. അതാണ് യാമശുശ്രൂഷ എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി ഈ യാമശുശ്രൂഷയെ നമ്മൾ ഇനി അടുത്ത ഒരു കാര്യത്തിൽ മനസ്സിലാക്കുമ്പോൾ, യാമശുശ്രൂഷ എന്ന് പറയുന്നത് സഭയുടെ 7 വിശ്വാസ പരിശീലന കളരിയാണെന്ന് പറയാം. നമുക്ക് 7 യാമശുശ്രൂഷകളാണുള്ളത്. ഈ 7 സമയത്തും നമ്മുടെ വിശ്വാസ പരിശീലനം നടക്കുകയാണ്. വി ആർ പ്രാക്ടീസിങ്, വി ആർ കൺഫസിങ് അവർ ഫെയ്ത്ത്. ഓരോ യാമശുശ്രൂഷ നടക്കുമ്പോഴും നമ്മുടെ വിശ്വാസം നമ്മൾ പരിശീലിക്കുക കൂടിയാണ്. വിശ്വാസത്തെ നമ്മൾ ഓരോ ആഘോഷവും പഠനം കൂടിയാണ്, പഠിപ്പീരും കൂടി. എന്തുകൊണ്ടാണ് നമ്മൾ 3 തവണ ആവർത്തിക്കുന്നത്? അത് നമുക്കറിയാൻ മേലാത്ത കാര്യമൊന്നുമല്ല അവിടെ ആവർത്തിക്കുന്നത്, അല്ലേ? മാനുഷികമായിട്ട് നമ്മൾ ചിന്തിക്കും, ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമില്ല, അത്യന്തങ്ങൾ ഇതിൽ എല്ലാവർക്കും എന്തിനാ ആവർത്തിക്കുന്നത്? ഇത് തൃത്വത്തിന്റെ കാര്യം പറയുന്നുണ്ട്. പിന്നെ ആവർത്തിക്കുമ്പോൾ ചില കാര്യങ്ങൾ എത്ര ആവർത്തിച്ചാലും മതിയാകത്തില്ല. അമ്മ കുഞ്ഞിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഒറ്റ ഉമ്മയിലാണ്. ആയിരക്കണക്കിന് ഉമ്മ കൊടുക്കത്തില്ലേ? ഐ ലവ് യു എന്ന് പറയുന്ന അമ്മ കുഞ്ഞിനോട്, അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ ഒരു തവണയാണോ പറയുന്നത്? അത് നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ, പറയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതല്ല, ആവർത്തിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ലിറ്റർജിയിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എവറി വി ആർ കൺഫസിങ് ആൻഡ് വി ആർ പ്രാക്ടീസിങ് അവർ ഫെയ്ത്ത്. നമ്മുടെ നസ്രാണ വിശ്വാസം ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നതാണ്. അപ്പം ഓരോ അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി ചെല്ലുമ്പോഴും, ഓരോ ലാഘുമാറ ചെല്ലുമ്പോൾ, ഓരോ കന്തീശ ചെല്ലുമ്പോഴും വി ആർ കൺഫസിങ്, വി ആർ പ്രൊഫസിങ് അവർ ഫെയ്ത്ത്. അപ്പം അതൊരു വിശ്വാസ ജീവിത പരിശീലനമാണ് എന്നുള്ളൊരു കാര്യം അതിനോട് ചേർത്ത് നമ്മൾ ഓർക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്ര നേരം കണ്ടത് യാമശുശ്രൂഷകളുടെ വിവിധ പേരുകൾ കണ്ടു. അതിൽ നമ്മുടെ തെശ്മിശുത്ത എന്നുള്ള വാക്ക്, ശുശ്രൂഷ എന്നുള്ളൊരു വാക്ക് പ്രധാനമായിട്ട് നമ്മൾ കണ്ടു. ഇതിനോട് ചേർന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ യാമശുശ്രൂഷ കുർബാനയുമായിട്ട് ബന്ധപ്പെടുത്തിയതാണ്, കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. യാമശുശ്രൂഷ എപ്പോഴും വിശ്വാസ ജീവിതത്തിന്റെ ഒരു പരിശീലനമാണ് എന്നുള്ളതും കൂടെ ഇതിനോട് ചേർത്ത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഓർത്തിരിക്കണം. ഒറ്റ നിമിഷം ഒന്ന് ഹോൾഡ് ചെയ്യണമേ, എന്തൊക്കെ വന്നു, സോറി കേട്ടോ. ഞാനേ ഒരു ക്ലാസ്സിലാണ്, കുറച്ച് വെയിറ്റ് ചെയ്യാവോ? സംസാരിക്കാൻ വന്നല്ലേ, കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. സോറി കേട്ടോ, ഒരാള് കുമ്പസാരത്തിന് വന്നതായിരുന്നേ, ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ കാണുന്നത് ഈ യാമശുശ്രൂഷയ്ക്ക് ഒരു ചരിത്രമാണ്. യാമശുശ്രൂഷയ്ക്ക് ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് നമ്മൾ യാമശുശ്രൂഷയെ അതിൻ്റെ ഒരു ചരിത്ര ഭാഗത്തിലേക്ക് നമ്മൾ പോകുന്നത്. യാമശുശ്രൂഷയുടെ ചരിത്രം തീർച്ചയായിട്ടും ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രത്തോട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പഴയ നിയമവുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തി മാത്രമേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പഴയ നിയമത്തില് ഇസ്രായേൽ ജനത്തിന്റെ പ്രാർത്ഥന സിസ്റ്റം നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് പ്രാർത്ഥനാ സ്ഥലങ്ങളുണ്ടായിരുന്നു, പ്രാർത്ഥിക്കാനുള്ള സമയങ്ങളും ഉണ്ടായിരുന്നു. ഇസ്രായേൽ ജനത്തിന് പ്രാർത്ഥനയ്ക്ക് ഉള്ള പ്രധാനപ്പെട്ട 3 സ്ഥലങ്ങളുണ്ടായിരുന്നു. ഇസ്രായേൽ ജനത്തിന് പ്രാർത്ഥനയ്ക്ക് ഒരു 3 സ്ഥലങ്ങളുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തേതാണ് ഓർശലേമിലെ ആലയം, ടെമ്പിൾ, ജെറുസലേം. ഓർശലേമിലെ ആലയം എന്ന് പറയുന്നത് അവരുടെ പ്രാർത്ഥനയുടെ സ്ഥലമാണ്. എന്താണ് ഓർശലേമിലെ ആലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? അവിടെ ബലിയർപ്പണമായിരുന്നു. അവർക്ക് ആലയം ഒന്നേ ഉള്ളൂ. ഇസ്രായേൽ ജനത്തിന്, യഹൂദർക്ക് ഒറ്റ ആലയമേ ഉള്ളൂ. ആ ആലയത്തിൽ നടക്കുന്നത് ബലിയർപ്പണമാണ്. ബലി അർപ്പണമാണ് അവിടെ നടക്കുന്നത്. രാവിലെയും വൈകുന്നേരവുമുള്ള ബലിയർപ്പണത്തെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. യൂദത്തിന്റെ പുസ്തകം 9-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ കാണുന്നുണ്ട്. ഇസ്രായേൽ പുസ്തകം 9-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ കാണുന്നുണ്ട്.
അപ്പം ബലിയർപ്പിക്കുന്ന സ്ഥലം ഒന്നേ ഉള്ളൂ, അതാണ് യെരൂശലേം ആലയം. രണ്ടാമത് അവരുടെ പ്രാർത്ഥനാ സ്ഥലം എന്ന് പറയുന്നത് സിനഗോഗാണ്. ഈ സിനഗോഗ് എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തിന്റെ പ്രധാനപ്പെട്ട പ്രാർത്ഥന ആലയമാണ്. ധാരാളം സിനഗോഗുകൾ അവർക്ക് ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് സിനഗോഗുകൾ കർത്താവിന്റെ കാലത്തിനും അതിനുശേഷവും ഇസ്രായേൽ ജനത്തിനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ആലയത്തിൽ ബലിയർപ്പണമായിരുന്നുവെങ്കിൽ, ധൂമാർപ്പണമായിരുന്നെങ്കിൽ, സിനഗോഗിൽ നടക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. അവിടെ വിശുദ്ധ ഗ്രന്ഥം വായിക്കുക, അത് വ്യാഖ്യാനിക്കുക. വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് ഈ പറയുന്ന സിനഗോഗ് എന്ന് പറയുന്നത്. ഈ സിനഗോഗില് ഈശോ പ്രാർത്ഥിക്കാനായിട്ട് പോയത്, സ്ലീഹന്മാര് പ്രാർത്ഥിക്കാനായിട്ട് പോയതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സിനഗോഗിൽ ചെന്ന് ഈശോയ്ക്ക് പതിവ് പോലെ അവൻ വായിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ അവന് പുസ്തകം നൽകപ്പെട്ടു, അവൻ വായിച്ചു, എല്ലാവരും അവനെ ശ്രവിച്ചു എന്ന് നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് വായിക്കുന്നുണ്ട്. അപ്പം സിനഗോഗിൽ നടക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വായനയും വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനവുമാണ്. റബ്ബിമാരാണ്, ഗുരുക്കന്മാരാണ് അത് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം എല്ലാ ദിവസവും സിനഗോഗിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് തിങ്കൾ വ്യാഴം ദിവസങ്ങളില് സിനഗോഗ് ദിവസങ്ങളായിരുന്നു. മൂന്നാമത്തേതാണ് അവരുടെ ഒരു പ്രാർത്ഥനാ സ്ഥലമെന്ന് പറയുന്നത് ഭവനമാണ്. ഭവനം എന്ന് പറയുന്ന ഓരോ വീടും പ്രാർത്ഥനാലയമാണ്. അപ്പം അവരുടെ പ്രധാനപ്പെട്ട പ്രാർത്ഥനാ സമയം ഭവനത്തിലെന്ന് പറയാൻ ഭക്ഷണത്തിന്റെ നേരമാണ്. പ്രത്യേകിച്ച് അത്താഴം കഴിക്കുന്ന ആ സമയത്ത് പ്രാർത്ഥന. അതിനോട് ചേർന്നാണ് പെസഹ രൂപപ്പെടുന്നത്, അന്ത്യത്താഴം, പരിശുദ്ധ കുർബാനയൊക്കെ രൂപപ്പെട്ടു വരുന്നത് ഈ അന്ത്യത്താഴത്തിന്റെ അല്ലെങ്കിൽ ഭക്ഷണത്തോട് അനുബന്ധിച്ചാണ് നമുക്കറിയാം. അപ്പം വീടുകളിൽ അവർ പ്രാർത്ഥിച്ചിരുന്നു, അവർ കിടക്കാൻ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിരുന്നു, രാവിലെ പ്രാർത്ഥിച്ചിരുന്നു, പുറത്തു പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിരുന്നു, പുറത്തു പോയിട്ട് വരുന്ന സമയത്ത് അവർ പ്രാർത്ഥിച്ചിരുന്നു. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ യഹൂദർക്ക് 3 പ്രാർത്ഥനാ സ്ഥലങ്ങളാണ് ഉണ്ടായിരുന്നത്. 1 യെരൂശലേം ആലയം, 2 സിനഗോഗ്, 3 ഭവനങ്ങൾ. രണ്ടാമതായിട്ടുള്ളത് യഹൂദർക്ക് പ്രാർത്ഥന സമയങ്ങളുണ്ടായിരുന്നു. പ്രാർത്ഥന സമയങ്ങൾ, പ്രത്യേക പ്രാർത്ഥനാ സമയം. ആ പ്രാർത്ഥനാ സമയത്തെ കുറിച്ച് ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം തിരുവചനത്തിലുണ്ട്. ദാനിയേൽ 6:10. 3 നേരം പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് അവിടെ കൃത്യമായി ദാനിയേലിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു കൃത്യമായ തെളിവ് നമുക്ക് കിട്ടുന്നത് 118-ാം സങ്കീർത്തനം 164-ാം തിരുവചനമാണ്. 118-ാം സങ്കീർത്തനം 164-ാം തിരുവചനത്തില് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ദിവസത്തിൽ 7 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ്. അപ്പം എന്താ, പ്രാർത്ഥനയുടെ സ്ഥലങ്ങളുള്ളത് പോലെ തന്നെ പ്രാർത്ഥനയുടെ സമയങ്ങളും അവർക്ക് രൂപപ്പെട്ടു വരുന്നു. 7 നേരത്തെ പ്രാർത്ഥന രൂപപ്പെട്ടു വരുന്നു നമ്മൾ കാണുന്നുണ്ട്. അപ്പം യാമശുശ്രൂഷയുടെ ഒരു ചൈതന്യം എന്ന് പറയുന്നത് യഹൂദരുടെ ഇസ്രായേൽ ജനത്തിന്റെ പ്രാർത്ഥന സിസ്റ്റത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ്. അപ്പൊ ആ 7 നേരത്തെ പ്രാർത്ഥനകള് തീർച്ചയായിട്ടും ഈശോ അതിൽ പങ്കെടുത്തിട്ടുണ്ട്, സ്ലീഹന്മാര് പങ്കെടുത്തിട്ടുണ്ട്. അതിന്റെ നടപടി പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് അത് ആദിമ സഭയുടെ ചൈതന്യത്തിലേക്ക് വന്നു. ആദിമ സഭയിൽ നിന്ന് എല്ലാ സഭകളിലേക്കും എല്ലാ സഭാ പാരമ്പര്യങ്ങളിലേക്കും അത് വ്യാപിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ 7 നേരത്തെ യാമ ശുശ്രൂഷകൾ എന്ന് പറയുന്നത് യഹൂദരുടെ ഒരു പാരമ്പര്യത്തിൽ നിന്ന് നമുക്ക് രൂപപ്പെട്ടു. 7 എന്ന് പറയുന്നത് യഹൂദ ജനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു 7 എന്ന് പറയുന്നത്. 7 ദിവസങ്ങൾ കൊണ്ടാണ് ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് വിശ്രമിച്ചത്. അതുകൊണ്ടാണ് 7 തിരിയിട്ട വിളക്കുകൾ ഇസ്രായേലിന്റെ ആലയത്തിലുണ്ടായിരുന്നത്. ആ 7 അവർക്കൊരു പൂർണ്ണതയുടെ സംഖ്യയാണ്. പഴയ നിയമത്തിലെ പൂർണ്ണതയുടെ സംഖ്യയായിട്ട് കരുതുന്ന ഒന്നാണ് 7 എന്ന് പറയും. അപ്പൊ 7 നേരത്തെ പ്രാർത്ഥന അതിനോട് താതാമ്യപ്പെടുന്നതാണ് നമ്മുടെ സഭയുടെ 7 നേരത്തെ പ്രാർത്ഥനകളെന്നും ഓർമ്മിക്കുക. ഇനി യഹൂദർ എന്നതാണ് പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചാല് അവര് നന്ദി പറയുക എന്നുള്ളതായിരുന്നു അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി. ദൈവത്തിന്റെ സൃഷ്ടിയെ ഓർത്തും ദൈവത്തിന്റെ രക്ഷയെ ഓർത്തും
അഥവാ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന സൃഷ്ടിയും പുറപ്പാട് പുസ്തകത്തിൽ കാണുന്ന രക്ഷയും, മിസ്രൈമിലെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നുള്ള മോചനം, അതാണ് രക്ഷ. കാനാൻ ദേശം കടത്തി കൊണ്ടുപോകുന്ന രക്ഷ, സൃഷ്ടി. അപ്പൊ ഈ സൃഷ്ടിയും രക്ഷയും ഓർത്ത് നിരന്തരം നന്ദി പറയുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രാർത്ഥനയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേതാണ് അവരുടെ പ്രാർത്ഥനയുടെ ചൈതന്യമാണ് സങ്കീർത്തനങ്ങൾ ആലപിക്കുക. സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ എല്ലാ വികാര വിചാരങ്ങളും ഉൾക്കൊള്ളുന്നതാണ് സങ്കീർത്തനങ്ങൾ. അവന്റെ രക്ഷയെക്കുറിച്ചുള്ള, ഇസ്രായേൽ രക്ഷയെക്കുറിച്ചുള്ള അവന്റെ ചിന്ത, രക്ഷയ്ക്കുള്ള നന്ദി, സൃഷ്ടിക്കുള്ള നന്ദി, അവന്റെ ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, പരിവേദനങ്ങൾ എല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്ന മനോഹരമായ കാര്യമാണ് സങ്കീർത്തനം. അപ്പം സങ്കീർത്തനം ഈശോയുടെ പ്രാർത്ഥനാ പുസ്തകമായിരുന്നു, സ്ത്രീഹന്മാരുടേതായിരുന്നു. എല്ലാ ഇസ്രായേൽ ജനത്തിന്റെയും പ്രാർത്ഥനയായിരുന്നു സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ സങ്കീർത്തനങ്ങൾ ഇസ്രായേൽ ജനത്തിന്റെ പ്രാർത്ഥനയുടെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. നമ്മള് മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം തിരുവചനത്തില് മർക്കോസ് 14:26 സ്തോത്രഗീതം ആലപിച്ച ശേഷം അവർ ഒലിവ് മലയിലേക്ക് പോയി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സ്തോത്രഗീതം എന്ന് പറയുന്നത് സങ്കീർത്തനങ്ങളായിരുന്നു എന്നാണ് പറയുന്നത്. പെസഹായ്ക്ക് ശേഷം അവർ ആലപിച്ചിരുന്ന സങ്കീർത്തനമാണ്. അതുപോലെ തന്നെ നമ്മൾ കർത്താവ് ഈശോ മിശിഹ സ്ലീവായി കിടന്നുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 27:46 എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിക്കും, മത്തായി 27:46. അത് അവിടെ താഴെ നിന്നവര്, ഈ ഭാഷ മനസ്സിലാകാത്തവര് ഇവൻ ഏലിയായി വിളിക്കുന്നു എന്ന് പറഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായിരുന്നു അത് സങ്കീർത്തനമായിരുന്നു. മനുഷ്യൻ, ഒരു യഹൂദൻ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ അവൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയായിരുന്നു, കാണാതെ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയായിരുന്നു 22-ാം സങ്കീർത്തനം. 22-ാം സങ്കീർത്തനം 1-ാം വാക്യമാണ് എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. അതാണ് ഈശോ സ്ലീഹായി കിടന്നുള്ളത്. അതായത് സഹനത്തിലൂടെ പോകുമ്പോൾ ഒരു യഹൂദൻ അവൻ പ്രാർത്ഥിച്ചിരുന്നാണ് 22-ാം സങ്കീർത്തനം. അതുപോലെ തന്നെ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 46-ാം തിരുവചനത്തിലെ ലൂക്ക 23:46 ഈശോ തന്റെ ജീവൻ ആത്മാവിനെ സമർപ്പിച്ചതിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അത് സത്യത്തിൽ ഒരു സങ്കീർത്തനം തന്നെയാണ്. 31-ാം സങ്കീർത്തനം 5-ാം തിരുവചനം 31:5 ഒരു യഹൂദൻ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിരുന്ന സങ്കീർത്തനമാണ് 31-ാം സങ്കീർത്തനം. അപ്പം അതാണ്. അപ്പം ഈശോ തന്റെ ഉറക്കത്തിലേക്ക്, തന്റെ ആത്മാവിനെ സമർപ്പിക്കുന്ന ഇതിലേക്ക് പോകുമ്പോൾ ആ സങ്കീർത്തനം ആലപിച്ചു. ഈശോയുടെ അമ്മ പഠിപ്പിച്ച ആ സങ്കീർത്തനം ആലപിച്ച് തന്നെ സ്ലീവായി നിദ്രയിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നത്. അപ്പം സങ്കീർത്തനം ഈശോയുടെ ജീവിതത്തിന്റെ ഭാഗം. ഇതാണ് സ്ലീഹന്മാർക്ക് കിട്ടിയത്. നടപടി പുസ്തകം 16-ാം അധ്യായം 25-ാം തിരുവചനത്തിൽ, നടപടി 16:25 സ്ലീഹന്മാര് സങ്കീർത്തനങ്ങൾ ആലപിച്ച് പ്രാർത്ഥിക്കും നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കൊളോസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം പൗലോസ് 3:16 കൊളോസോസ് 3:16 പറയുന്നു, എഫേസ്യസ് 5:19 പറയുന്നു സങ്കീർത്തനങ്ങൾ ആലപിച്ച് പ്രാർത്ഥന. അപ്പൊ അന്ന് അങ്ങനെ സങ്കീർത്തനങ്ങളെ കുറിച്ച് എടുത്തു പറയണമെങ്കിൽ അത് യൂസ്ഡ് ആയിരുന്നു, അത് നോർമലായിരുന്നു. സങ്കീർത്തനങ്ങൾ ആലപിക്കുക എന്നുള്ളത് നോർമലായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ സങ്കീർത്തനത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ യഹൂദരുടെ പ്രാർത്ഥനയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ആ സങ്കീർത്തനം. അപ്പൊ അതാണ് നമ്മുടെ യാമശുശ്രൂഷകളിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ കാണുന്നത്. യാമശുശ്രൂഷകൾ നമ്മളുടെ സങ്കീർത്തനങ്ങൾ നമ്മുടെ യാമശുശ്രൂഷകളുടെ പ്രധാനപ്പെട്ട ഭാഗമായി തീരുന്നത് അങ്ങനെയാണ്. അപ്പൊ നമ്മളിപ്പം രണ്ടാമത് കണ്ടത് യഹൂദരുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളും പ്രാർത്ഥനാ സമയങ്ങളും. എന്താണ് അവർ പ്രാർത്ഥിച്ചത്? അവര് നന്ദി പറഞ്ഞു. എന്തിനാണ്? 2 കാര്യത്തിനാണ് നന്ദി പറഞ്ഞത്. ഒന്ന് സൃഷ്ടിക്ക്, ഒന്ന് രക്ഷയ്ക്ക്. പിന്നെ സങ്കീർത്തനങ്ങൾ. ആ സങ്കീർത്തനങ്ങൾ ആലപിക്കുന്നതോട് ഒരു കാര്യം കൂടെ അവർ ചെയ്യുന്നുണ്ട്. പാപത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ചെയ്തു പോയ തെറ്റിനെ ഓർത്തുള്ള ഒരു മാപ്പപേക്ഷ. സംഭവിച്ചു പോയി, സോറി. നമ്മൾ എസ്രായുടെ പുസ്തകത്തില്, എസ്രാ നെഹമിയ പുസ്തകത്തിലൊക്കെ ഈ ഒരു ചൈതന്യം നമുക്ക് കാണാം. ഞങ്ങൾ പാപം ചെയ്തു പോയി, അത് ക്ഷമിക്കണം. അപ്പം ഈ 3 കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. നന്ദി പറയുന്നു, സങ്കീർത്തനങ്ങൾ ആലപിച്ച് എല്ലാത്തിനെ കുറിച്ച് ഓർമ്മിക്കുന്നു, 3 പാപം ചെയ്തതിനെ ഓർത്ത് മാപ്പ്, കരുണ തോന്നണമേ, കരുണയുണ്ടാകണമേ എന്നുള്ള ഒരു പ്രാർത്ഥന. അപ്പൊ അതാണ് അവരുടെ പ്രാർത്ഥനകളിൽ മുഴുവൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചൈതന്യം എന്ന്. ഇതാണ് സത്യത്തിൽ നമ്മുടെ യാമശുശ്രൂഷകളിലേക്കും തുടരുന്നത്. നമ്മുടെ യാമശുശ്രൂഷ ഈ 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് കാണാം. മറപ്രയം അതിനെക്കുറിച്ച് മനോഹരമായിട്ട് പറയുന്നുണ്ട്. പള്ളിയിൽ ചെല്ലുമ്പോൾ എന്നാ ചെയ്യേണ്ടത്? 2 കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഒന്ന്
നന്ദി പറയുക. എന്തിനാണ്? അതാണ് നമ്മുടെ കുർബാനയ്ക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹങ്ങളാണ് നീ നൽകിയിരിക്കുന്നത്. നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. രണ്ടാമത്തെ കാര്യമാണ് മാറന സ്താഹമാലേ, നമ്മൾ കരുണയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കും. ഈ രണ്ട് കാര്യങ്ങളെ നമുക്ക് പള്ളി ചെല്ലുമ്പോൾ പറയാനായിട്ടുള്ളൂ. സത്യത്തിൽ ഇത് തന്നെയാണ് സഭയുടെ പഴയ നിയമ ഇസ്രായേലിന്റെ ചൈതന്യവും പുതിയ ഇസ്രായേലിന്റെ ചൈതന്യവും ഇത് തന്നെയാണ്. അപ്പൊ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരുപക്ഷെ ഒരെണ്ണമേ കാണത്തുള്ളൂ, താങ്ക്സ്, നിരന്തരം പരിശുദ്ധനെന്ന് ആവർത്തിക്കുന്ന ഒരു കാര്യം. അപ്പൊ ഇത് ഈ ശുശ്രൂഷകളുടെ ഒരു അടിസ്ഥാനമായിട്ട് നമ്മൾ കാണണം. ഇനി ഞാനിപ്പോ സ്പീഡിൽ പോവാണേ, കുറച്ച് നേരത്തെ നിർത്തുവേ, ഒരാൾ സംസാരിക്കാൻ ഇരിപ്പുണ്ടോ. ഇനിയുള്ളത് നമ്മുടെ പ്രാർത്ഥനയെ കുറിച്ച് ആദിമ സഭാപിതാക്കന്മാര് പറയുന്ന കാര്യം എന്താ? ആദിമ സഭാപിതാക്കന്മാരിലെ പിതാക്കന്മാരുടെ രചനകളിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദിഡാക്കെ. ദിഡാക്കെ എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഴുത്താണ് ദിഡാക്കെ. 12 സ്ലേഹന്മാരുടെ പ്രബോധനം എന്നറിയപ്പെടുന്നു. AD 50-നും 70-നും ഇടയ്ക്ക് രചിക്കപ്പെട്ടു എന്ന് കരുതുന്ന ദിഡാക്കയില് ദിവസത്തിൽ 3 പ്രാവശ്യം പ്രാർത്ഥിക്കണമെന്ന് എടുത്തു പറയുന്നു. ദിവസത്തിൽ 3 പ്രാവശ്യം പ്രാർത്ഥിക്കണമെന്ന് എടുത്ത് പറയുന്നുണ്ട് ദിഡാക്കയില്. അതുപോലെ തന്നെ ആദിമസഭയുടെ പ്രബോധനങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഈ അപ്പസ്തോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സ്ത്രീഹന്മാരുടെ വിശ്വാസ പ്രമാണത്തില് ഈ സങ്കീർത്തനങ്ങൾ ആലപിച്ച് ദൈവത്തെ സ്തുതിക്കുന്നതിനെ കുറിച്ച് എടുത്തു പറയുന്നു. സങ്കീർത്തനങ്ങൾ ആലപിച്ച് ദൈവത്തെ സ്തുതിക്കുന്നതിൽ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. വിശുദ്ധ ജസ്റ്റിന്റെ ഒരു കാലത്തേക്ക് വരുമ്പോൾ വേദസാക്ഷിയായ രക്തസാക്ഷിയായിട്ട് മരിച്ച വിശുദ്ധ ജസ്റ്റിന്റെ കാലത്തേക്ക് വരുമ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തിയതായിട്ട് കാണുന്നുണ്ട് പ്രാർത്ഥനയില്. അതുപോലെ തന്നെ നമ്മള് അപ്പസ്തോലിക് ട്രഡീഷൻ എന്ന് പറയുന്ന റോമിൽ നിന്ന് എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് ഹിപ്പോളിറ്റിസ്. റോമിലെ ഹിപ്പോളിറ്റിസ് എന്ന് പറയുന്ന ഉത്തരാനാണ് അതിന്റെ ഗ്രന്ഥകാരൻ എന്ന് പറയുന്നു. അതിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ സമയത്തിലൊരു ക്ലാരിറ്റി വരുന്നുണ്ട്. പല സമയത്തും 3-ാം മണിക്കൂർ, 6-ാം മണിക്കൂർ, 9-ാം മണിക്കൂർ, രാത്രിയിൽ ഉറങ്ങുന്നതിന് പോകുന്നതിന് മുമ്പ്, അർദ്ധരാത്രിയിലൊക്കെ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. പിന്നെ യോഹന്നാൻ ക്രിസോസ്റ്റമിന്റെ കാലത്തേക്ക് വരുമ്പോൾ, ജോൺ ക്രിസോസ്റ്റമിന്റെ കാലത്തേക്ക് അന്ത്യോക്യൻ സഭയില് വിശ്വാസികള് രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിച്ചിരുന്നതായി, അത് മെത്രാനോട് കൂടെ പ്രാർത്ഥിച്ചിരുന്നതായി ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇനി ഈ ശുശ്രൂഷകളാകട്ടെ, കുർബാനയാകട്ടെ, ലിറ്റർജി എന്തുമാകട്ടെ, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ആയിട്ട് കാണുന്നതാണ് ഒരു ഡയറിക്കുറിപ്പാണ് ജേറിയ എന്ന് പറയുന്നത്. ജേറിയ എന്ന് പറയുന്ന ഒരു തീർത്ഥാടകയാണ്. സ്പെയിനിൽ നിന്ന്, അന്നത്തെ സ്പെയിനിൽ നിന്ന്, യൂറോപ്പിൽ നിന്ന് വിശുദ്ധ നാട് സന്ദർശിച്ച ആളാണ് 4-ാം നൂറ്റാണ്ടില്. അവരുടെ ആ സന്ദർശനത്തിന്റെ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഡയറി കുറിപ്പുകളായിട്ട്. അതിൻ്റെ അകത്ത് ഒറശ്ലേമില് കർത്താവിനെ അടക്കിയിരുന്ന, കർത്താവിന്റെ തിരുക്കല്ലറ സ്ഥിതി ചെയ്യുന്ന, അല്ലെങ്കിൽ കർത്താവിന്റെ ടോംബ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒരു പള്ളി വന്നെന്നും ആ പള്ളിയില് വൈകുന്നേരം ആഘോഷമായ ശുശ്രൂഷ നടത്തിയിരുന്നതുമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എജേറിയ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആ സായാഹ്ന പ്രാർത്ഥനയിൽ ദീപം തെളിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. ലുച്ചർനാറിയും എന്ന് അതിനെ കുറിച്ച് പറഞ്ഞു. ലുച്ചർനാറിയും ലാറ്റിൻ വാക്കാണ്. ദീപം തെളിയിക്കുന്ന ശുശ്രൂഷ. സത്യത്തിൽ എല്ലാ സഭകളുടെയും ശുശ്രൂഷകളില്, സന്ധ്യാപ്രാർത്ഥനയില്, റംശായില് ഒരു ദീപം തെളിക്കുന്ന ശുശ്രൂഷയുണ്ട്. അത് രൂപപ്പെട്ടത് ഈ യെരൂശലേമിലെ കർത്താവിന്റെ തിരുക്കല്ലറയുടെ പള്ളിയിൽ നിന്നാണ് എന്നാണ് പൊതുവെ പണ്ഡിതന്മാരുടെ അഭിപ്രായം. അപ്പം ഈ സോഴ്സ് എല്ലാം നമ്മൾ നോക്കുമ്പോൾ ആ ഒരു റൂട്ട് യെരൂശലേമിലെ സഭയിലേക്ക് പോകുന്നു, അവിടുന്ന് സ്പ്രെഡ് ചെയ്ത് എല്ലായിടത്തേക്കും പോകുന്നത് നമ്മൾ കാണുന്നു. ഇത്രയും പറഞ്ഞത് ക്ലാരിറ്റി ഉണ്ടല്ലോ അല്ലേ? ക്ലിയർ ആകുന്നുണ്ടല്ലോ അല്ലേ? ഇനി ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ ശുശ്രൂഷയുടെ ചരിത്രം നോക്കുമ്പോൾ ഒന്നായി വരുന്നതാണ് 3 പാരമ്പര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നിനെ നമ്മൾ വിളിക്കുന്നതാണ് കത്തീഡ്രൽ പാരമ്പര്യം എന്ന്. പഠന സൗകര്യത്തിന് വേണ്ടി പറയുന്ന ഒരു വാക്കാണ് കത്തീഡ്രൽ പാരമ്പര്യം. ഈ കത്തീഡ്രൽ പാരമ്പര്യം എന്ന് പറയുന്നത്
അതായത് ഇടവക പള്ളിയോട്, അന്നത്തെ ഇടവപ്പള്ളി എന്ന് പറയുന്നത് മെത്രാനായിരിക്കുന്ന സ്ഥലത്ത് ജനങ്ങൾ ഉണ്ട്, അച്ഛന്മാരുണ്ട്. അപ്പൊ അവര് രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിച്ചിരുന്നു. അപ്പം കത്തീഡ്രൽ സിസ്റ്റം എന്ന് പറയുന്ന രീതിയിലേക്ക് അത് വളരുകയാണ്. എന്ന് പറഞ്ഞാൽ ഇടവക പള്ളി കേന്ദ്രീകരിച്ച് രൂപപ്പെട്ട രണ്ട് പ്രാർത്ഥനാ രീതികൾ. ഒന്ന് രാവിലത്തെ സപ്ര, രണ്ടാമത്തേത് വൈകുന്നേരത്തെ റംശ. ഈ സപ്രായാലും റംശായാലും കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കത്തീഡ്രൽ സിസ്റ്റത്തിൽ രൂപപ്പെട്ട ഇത് വളരെ സോളമാണ്. കാരണം ഇവിടെ ആൾക്കാരുള്ളത് കൊണ്ട്, മെത്രാനുള്ളത് കൊണ്ട്, അച്ഛന്മാരുള്ളത് കൊണ്ട് ജനമുണ്ടാകും. അപ്പോൾ സോളമാണ്. ആ സോളത്തിൽ എന്താണ്, അവിടെ പ്രൊസഷൻ വരുന്നു, ധൂപമെടുക്കുന്നു, അവിടെ ശനീശ എടുത്തിരിക്കാം, അല്ലെങ്കിൽ ബെൽസ് എടുത്തിരിക്കാം, ആഘോഷമായി ചാൻഡ് ചെയ്തിരിക്കാം. അപ്പം ദർ വാസ് എ പോസിബിലിറ്റി ഫോർ സോളം സെലിബ്രേഷൻ. അപ്പം കത്തീഡ്രൽ സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത, ഈ ലിറ്ററി ഓഫ് ദി അവേഴ്സ് രൂപപ്പെട്ടു വരുന്ന ഒരു കാലത്തില്, യാമശുശ്രൂഷകൾ രൂപപ്പെട്ടു വരുന്ന ഒരു കാലത്തില് ഈ സോളമായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ഇടവക പള്ളിയോട് ചേർന്നാണ് രൂപപ്പെട്ടെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ഒരു പാരമ്പര്യമാണ് സന്യാസ പാരമ്പര്യം, മൊണാസ്റ്റിക് പാരമ്പര്യം. അത് താപസ ചൈതന്യം, ഹെർമിറ്റേജായിരിക്കാം, കൂട്ട സന്യാസിമാരുടെ പാരമ്പര്യത്തിലായി. എനിവേ അവിടെയൊക്കെ ഉള്ള ഒരു പ്രാർത്ഥനാ സിസ്റ്റം ഇറ്റ് വാസ് സോ സിമ്പിളാ. കാരണം ഒന്നോ രണ്ടോ പേരുള്ളിടത്ത് എങ്ങനെ പ്രൊസഷൻ നടക്കുന്നത്? ഒരാൾ തനിച്ച് താമസിക്കും, പ്രൊസഷൻ എങ്ങനെ, ധൂപം എങ്ങനെ, മക്ഷാനിശ എങ്ങനെ, ബെൽസ് എങ്ങനെ? അപ്പൊ അവിടെ സിംപ്ലിസിറ്റി കൂടുതൽ വരിക. അപ്പൊ നമ്മുടെ ലലിയ, നമ്മുടെ എന്താണ്, നമ്മുടെ കുത്ത എന്നൊക്കെ പറയുന്നത് ആ ഒരു സന്യാസ പാരമ്പര്യത്തിൽ നിന്ന് രൂപപ്പെട്ടതാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ യാമശുശ്രൂഷയുടെ ചരിത്രം നോക്കുമ്പോൾ ഇത് വളർന്ന കാലഘട്ടം, ആ വളർന്ന കാലഘട്ടം എന്ന് പറയുമ്പോൾ അവിടെ ഒരു കത്തീഡ്രൽ ഇടവക പള്ളിയുടെ ഒരു സ്വാധീനമുണ്ട്, മൊണാസ്റ്റിക് പാരമ്പര്യമുണ്ട്. കാലക്രമേണ ഇത് രണ്ടും കൂടെ ഒരു ഫ്യൂഷൻ നടക്കുകയാണ്, രണ്ടും കൂടെ ഒരുമിച്ച് ചേരുകയാണ്. അങ്ങനെയാണ് 7 യാമശുശ്രൂഷകൾ നിജപ്പെട്ടു വരുന്നത്. അപ്പൊ അവിടെ വരുമ്പോൾ ആ കത്തീഡ്രൽ സിസ്റ്റത്തിലെ സോളംനിറ്റി ഉള്ള 2 പ്രാർത്ഥനകൾ, ചിലപ്പോൾ 3 കൂടെ പറയും, നമ്മുടെ റംശ, സപ്ര, ഖാലേദ് ശഹറ. ഈ 3 കത്തീഡ്രൽ പാരമ്പര്യത്തിന് രൂപപ്പെട്ടതാണെന്നും ബാക്കി എല്ലാം സന്യാസ പാരമ്പര്യത്തിൽ രൂപപ്പെട്ടതാണെന്നുമാണ് പറയുന്നത്. നമ്മുടെ യാമശുശ്രൂഷകളുടെ റൂട്ട് ചെന്നെത്തുന്നത് പഴയ നിയമത്തിൽ നിന്ന് പുറപ്പെട്ട് ഈശോയിലൂടെ കടന്ന് സ്ലീഹന്മാരോടെ വന്ന് ആദിമസഭയിലൂടെ വന്ന് കത്തീഡ്രൽ മൊണാസ്റ്റിക് പാരമ്പര്യത്തിലൂടെ വന്നൊരു ഫ്യൂഷൻ സംഭവിച്ച് സന്യാസ ചൈതന്യവും ഇടവക ചൈതന്യവും കൂടെ രൂപപ്പെടുത്തി വന്നിരിക്കുന്ന 7 യാമശുശ്രൂഷകളാണ് നമുക്കുള്ളത് എന്നാണ് നമുക്ക് അതിനെ എളുപ്പത്തിൽ സ്പീഡിൽ പറയാനായിട്ട് സാധിക്കുന്നത്. ഇനി നമ്മുടെ യാമശുശ്രൂഷകൾക്ക് നീതമായ രൂപം നൽകിയ വ്യക്തികൾ എന്ന് പറയുന്ന കുറേയേറെ പിതാക്കന്മാരുണ്ട്. അവരെ കുത്തിയിരുന്ന് എഴുതി എന്നുള്ള അർത്ഥത്തിലല്ല, their ലൈഫ്, അവരുടെ പ്രഭാഷണം, അവരുടെ ജീവിതം, ഈവൻ അവരുടെ നിശബ്ദത പോലും യാമശുശ്രൂഷയുടെ ചൈതന്യത്തിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില പിതാക്കന്മാരാണ് മിശിവിസിലെ മാർ യാക്കോബ്, മറ്റൊന്നാണ് മാർ ശിമിയോൻ ബർസബായി, മറ്റൊരാള് നമ്മുടെ മാർ അപ്രേം. ഞാനിരിക്കുന്ന പള്ളി മാർ അപ്രേമിന്റെ പേരിലുള്ള പള്ളിയാണ്, മാർ അപ്രേം പള്ളി, മാർ അപ്രേം. മറ്റൊന്ന് മാർ മറൂത്ത എന്ന് പറയുന്ന സുറിയാനി പിതാവ്. പിന്നെ നമ്മുടെ നിശിവിസിലെ മാർ നർസായി, പിന്നെ മാർ ബാബായി ദ ഗ്രേറ്റ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്, മഹാനായ ബാബായി. പിന്നെ ഇതിന്റെ എല്ലാം ഒരു ക്ലൈമാക്സ് ആയിട്ട് വരുന്നത്, ഇതിനെല്ലാം ക്രോഡീകരിച്ച്, അതായത് നമ്മൾ യാമശുശ്രൂഷകളുടെ ചരിത്രം നോക്കുമ്പോൾ ഇതിങ്ങനെ ചെതറിക്കപ്പെട്ട് കിടക്കുവായിരുന്നു. ഞാൻ പറഞ്ഞ പല സന്യാസാശ്രമങ്ങളുണ്ട്, ധാരാളം സന്യാസാശ്രമങ്ങളുണ്ട്. ഓരോ സന്യാസാശ്രമത്തിലും ഓരോ രീതിയിലുള്ള പ്രാർത്ഥനകളായിരുന്നു. ഓരോ ഇടവപ്പള്ളി എന്ന് പറയുന്ന സിസ്റ്റത്തിലെല്ലാം എത്രാനിരിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ കുർബാനയ്ക്ക് വന്നിരുന്ന സ്ഥലത്തൊക്കെ ഓരോന്നും ഓരോ രീതി. അപ്പൊ ഇതെല്ലാം ഒരു 7-ാം നൂറ്റാണ്ടായി കഴിഞ്ഞപ്പോഴത്തേന് ഇതങ്ങോട്ട് ചെതറി കിടക്കുകയാണ്. അപ്പൊ ഇതിനെല്ലാം കൂടെ ക്രോഡീകരിച്ച് ഒരു നിജപ്പെടുത്തി, നമ്മൾ മലയാളത്തിൽ പറയാണ്, തുന്നിക്കെട്ടിയെടുത്ത് നമുക്ക് തന്ന ആളാണ് ഈശോയാബ് മൂന്നാമൻ പാത്രിയാർക്കീസ്. അപ്പം
ഈശോയാബ് മൂന്നാമൻ പത്രിയാർക്കീസ് 647 മുതൽ 657 വരെ അദ്ദേഹം പത്രിയാർക്കീസിലെ കാതോലിക്കോസ് ആയിരുന്നു. അദ്ദേഹമാണ് ഇതിനെ ഒരു നിജപ്പെടുത്തി രൂപപ്പെടുത്തി തന്ന മഹാനായ വ്യക്തിത്വം എന്ന് പറയുന്നത്. അതിനെ ഒരു ഫൈനൽ ടച്ച് നടത്തിയ ആള്. പിന്നീടും ചെറിയ ചെറിയ വളർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ചിലത് ഒഴിവായി പോവുകയും ചില പ്രാർത്ഥനകളും ഗീതങ്ങളും ഒക്കെ പിന്നീട് കയറി വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ലോങ് പ്രോസസ്സിലാണ് നമ്മുടെ യാമ ശുശ്രൂഷകൾ എത്തി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ കാണുന്നത് നമ്മുടെ യാമ ശുശ്രൂഷയിൽ 7 യാമ ശുശ്രൂഷകളുടെ പേര് നമുക്ക് പഠിക്കാം. 7 യാമ ശുശ്രൂഷകൾ. ഒന്ന് നമുക്കറിയാവുന്ന പോലെ റംഷ ചെല്ലുന്ന സമയം വൈകുന്നേരം 6 മുതൽ 9 വരെയുള്ള സമയത്താണ് റംഷ എന്ന് പറയുന്ന പ്രാർത്ഥന ചൊല്ലുന്നത്. രണ്ടാമത്തേതാണ് സുബ് എന്ന് പറയുന്നത് അത്താഴത്തിന് ശേഷമുള്ള ഒരു പ്രാർത്ഥന. വൈകുന്നേരം 9-നും 12-നും ഇടയ്ക്കുള്ളൊരു പ്രാർത്ഥനയായിട്ടാണ് സുബ്ബായെ കണക്കാക്കുന്നത്. മൂന്നാമത്തേതാണ് ലലിയ പ്രാർത്ഥന സത്യത്തിൽ ജാഗരണമാണ്, രാത്രി പ്രാർത്ഥനയാണ്. യഥാർത്ഥത്തിൽ അതിന്റെ ടൈം രാത്രി 12-നും 3-നും ഇടയ്ക്കാണ്. 12-നും 3-നും ഇടയ്ക്ക് ലലിയ. ഒന്നാമത്തെ റംഷ, രണ്ടാമത്തേത് സുബ് മൂന്നാമത്തേത് ലലിയ, നാലാമത്തേത് ഖലേദ് ഷഹ്റ എന്ന് പറയുന്നത് നമ്മുടെ വെളുപ്പിനെ 3 മണി മുതൽ 6 മണി വരെയുള്ള സമയത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഖലേദ് ഷഹ്റ എന്ന് പറയുന്ന പ്രാർത്ഥന. അതിനുശേഷം 5-മത്തേതാണ് സപ്ര. രാവിലെ 6-നും 9-നും ഇടയ്ക്കുള്ളതാണ് സപ്ര. 6-മത്തേതാണ് ഖുദ് എന്ന് പറയുന്നത് 9-നും 12-നും ഇടയ്ക്കുള്ളതാണ്. 7-മത്തേതാണ് എന്താണ് 12-നും 3-നും ഇടയ്ക്കുള്ളതാണ്. ഈ 7 എണ്ണമാണ് നമുക്കുള്ളത്. അപ്പം ഒരുപക്ഷെ ഉച്ച കഴിഞ്ഞ് 3-നും 6-നും ഇടയ്ക്കുള്ള ഒരെണ്ണമൊക്കെ നമുക്കുണ്ട്. അത് നമ്മുടെ യാമശുശ്രൂഷയുടെ ഒരു ആപ്പുണ്ട്, നമുക്ക് അത് പരിചയം ഉണ്ടായിരിക്കും, അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അത് സത്യത്തിലാണ് എല്ലാ സഭകൾക്കും നമ്മൾ ഇതിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ പകലത്തെ 12 മണിക്കൂറും രാത്രിയിലെ 12 മണിക്കൂറിനെയും 3 മണിക്കൂർ വീതമുള്ള 4 ഡിവിഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പകലിനെ 12 മണിക്കൂറിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം, 4 3 12. രാത്രിയിലെ 12 മണിക്കൂർ 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം, 4 3 12. 12 12 24. അപ്പം ആ 4 ഡിവിഷൻ നോക്കുമ്പോൾ പകല് 4-ഉം രാത്രി 4, 4 8 പ്രാർത്ഥനകളുണ്ട്. നമ്മുടെ സഭയുടെ പ്രാർത്ഥനകൾ രൂപപ്പെട്ടു വന്നൊരു കാലത്ത് ഏകദേശം എല്ലാ സഭാ പാരമ്പര്യങ്ങളിലും 8 യാമ ശുശ്രൂഷകൾ ഉണ്ടായിരുന്നു. പക്ഷെ കാലക്രമേണ 7-ന്റെ പ്രാധാന്യം മനസ്സിലാക്കി സഭകൾ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ചില സഭകൾ, ഓരോ സഭകളും ഓരോ രീതിയിലാണ്. നമ്മുടെ സഭയിൽ അത് ഒഴിവാക്കപ്പെട്ടത് ഉച്ച കഴിഞ്ഞ് 3-നും 6-നും ഇടയ്ക്കുള്ള യാമ ശുശ്രൂഷയാണ്. ഉച്ച കഴിഞ്ഞ് 3-നും 6-നും ഇടയ്ക്കുള്ള യാമ ശുശ്രൂഷ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ഒറിജിനൽ പാരമ്പര്യത്തിൽ കാണുന്നില്ല. നമുക്ക് പകരമുള്ളത് സുബ്ബായാണ്, സന്യാസ പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന. പക്ഷെ ഇത് നമ്മൾ ഈ സുറിയാനിൽ തർജ്ജമ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് തർജ്ജമ ചെയ്തത് കുറുമ്പനാടത്തുള്ള മാർത്തോമ ശ്ലീഹായുടെ സഹോദരിമാർ, സിസ്റ്റേഴ്സ് ആണ്. അവരുടെ സൗകര്യാർത്ഥം പ്രാർത്ഥിക്കാൻ വേണ്ടി രൂപപ്പെടുത്തിയെടുത്തതാണ്. പക്ഷെ അത് സുബ്ബായുടെ ചൈതന്യത്തിന്, സുബ്ബായുടെ പ്രാർത്ഥനകളുടെ കുറെ എടുത്താണ് ദൃശ്യശായം രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ യഥാർത്ഥത്തിൽ ഉച്ച കഴിഞ്ഞുള്ള ആ പ്രാർത്ഥനയിൽ ഒരുപക്ഷെ ഒരു ഡീപ്പ് സൈലൻസ് എന്നുള്ള കർത്താവിന്റെ മരണത്തിന്റെ മണിക്കൂറായതുകൊണ്ട് ആ സമയത്ത് ഒരു ഡീപ്പ് സൈലൻസ് എന്നുള്ള ചിന്തയായിരിക്കും ആ സമയത്ത് പ്രാർത്ഥന ഒഴിവാക്കി എന്നുള്ളൊരു ചിന്ത വരുന്നു. ക്ലിയർ ആണോ നിങ്ങൾക്ക്? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഞാനൊരു എക്സ്ക്യൂസ് ഒന്ന് എടുത്തോട്ടെ. ഇവിടെ ഒരാൾ സംസാരിക്കാൻ വന്ന് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ഇച്ചിരി നേരത്തെ നിർത്തുവാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാ ചെയ്യണം, ഞാനിത് ഈ ക്ലാസ് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പള്ളി വന്നിട്ടില്ലായിരുന്നേ. അന്ന് ഞാൻ കുറെ ഫ്രീ ആയിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനിയുള്ള കുറച്ച് സമയം അതിനെ ബേസ് ചെയ്ത് കുറച്ച് പറയാമല്ലോ. യാമ ശുശ്രൂഷയുടെ പല പേരുകളിൽ അറിയപ്പെടുമെന്ന് പറഞ്ഞതിനകത്ത് 6-മത്തെ ഒന്നുകൂടെ പറയാമോ? 6-മത്തെ എന്ന് പറയുന്നത് ഡിവൈൻ ഓഫീസ് ആണോ?
കിട്ടാത്തത്. ആധ്യാത്മിക ബലി കിട്ടിയായിരുന്നു. സ്പിരിച്വൽ ആധ്യാത്മിക ബലി സാക്രിഫൈസ്, കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഡിവൈൻ ഓഫീസ്, ഒഫീഷ്യോ ഡിവീനോ എന്ന് ഇറ്റാലിയൻ ഭാഷയിലൊക്കെ പറയുന്നത്, ലത്തീൻ ഭാഷയിൽ പറയുന്നത് താങ്ക് യു. ഡിവൈൻ. മൂന്നാമത്തെ പാരമ്പര്യം എന്താ വെച്ചാ കത്തീഡ്രൽ, മൊണാസ്ട്രി, തേർഡ് വൺ. മൂന്നാമത്തെ ടൈറ്റിൽ നമുക്ക് പറയാൻ പറ്റുന്നത് കത്തീഡ്രൽ ഒരു വരയിട്ട് മൊണാസ്റ്റിക്, കത്തീഡ്രൽ മൊണാസ്റ്റിക് പാരമ്പര്യം. ഇത് കത്തീഡ്രൽ പാരമ്പര്യത്തിന്റെ മൊണാസ്റ്റിക് പാരമ്പര്യത്തിന്റെ ഒരു ഫ്യൂഷനാണ്, ഒരു ഒരുമിച്ച് ചേരലാണ്. അപ്പം ഒരു ഡൗട്ട്. നമ്മുടെ യാമപ്രാർത്ഥന ഇല്ലേ, അപ്പൊ അതിനകത്ത് വൈദികര് ചെല്ലുന്നതുകൊണ്ട് വൈദികര് ചെല്ലുന്ന ഭാഗമില്ലേ, അതിപ്പോ അൽമായർ എങ്ങനെയാ അത് ചെല്ലുന്നത്, ആശീർവാദം വരുന്നതല്ല? അതൊരു കോംപ്ലിക്കേറ്റഡ് ചോദ്യമാണ്. കാരണം ഞാൻ മലങ്കരക്കാരുടെ നോക്കിയപ്പോ അവര് മിക്കതും ചെല്ലത്തില്ല വൈദികരില്ലെങ്കിൽ. അത് നമുക്ക്, അതായത് നമ്മുടെ ഒരു സിസ്റ്റത്തിൽ ഇതെല്ലാം വൈദികരോട് ചേർന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. മനസ്സിലായോ? ഇത് ഇറ്റ് ഈസ് ഒഫീഷ്യൽ പ്രയർ ഓഫ് ദി ചർച്ച്, ലിറ്റർജിക്കൽ പാർട്ട് ആയതുകൊണ്ട് വൈദികരുള്ളിടത്ത് വൈദികരോടൊപ്പം പ്രാർത്ഥിക്കുക എന്നുള്ളൊരു ചൈതന്യമാണ്. പക്ഷേ അതെപ്പോഴും പ്രാക്ടിക്കൽ അല്ല. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ വീടുകളിൽ ശുശ്രൂഷ ചെല്ലുന്നുണ്ട്. പക്ഷെ അവിടെ പോലും ആശീർവാദം നടത്താനായിട്ട് സഭ പറയുന്നില്ലെന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിഞ്ഞു നിന്ന് ആശീർവദിക്കുക എന്നുള്ള കൺസെപ്റ്റ് ഇല്ല. ആ പ്രാർത്ഥന ചൊല്ലുന്നു. അപ്പൊ അത് ചൊല്ലുന്നവരാണ് എല്ലാവരും ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാത്തൊരു രീതിയെ സഭ പറഞ്ഞിട്ടില്ല, എൻ്റെ ഒരു അറിവ് വെച്ച്. അതായത് നമ്മള് വീടുകളിൽ ചെല്ലുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഏതെല്ലാമാണ് ചെല്ലാനൊക്കെ സാധാരണ ലേമൻ അൽമാർക്കൊക്കെ ഉദ്ദേശിക്കുന്നത്? അൽമാർക്ക് 7 നേരത്തെ ശുശ്രൂഷ ചെല്ലുന്ന അൽമാരെ എനിക്കറിയാം. പിള്ളേർ സെറ്റ്, യൂത്ത്, ഈവൻ വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവർ പോലും ഉണ്ട്. യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അത് ഡിപ്പെൻസ്. പക്ഷെ ഇതിൻ്റെ അകത്തൊരു മേജർ അവേഴ്സും നമുക്ക് റംഷ പറയാം. സന്ധ്യാപ്രാർത്ഥന തീർച്ചയായിട്ടും റംഷ, നമ്മുടെ ഈവനിങ് പ്രെയർ എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പറ്റുന്നതാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും മോർണിംഗ് സപ്ര തീർച്ചയായിട്ടും. പിന്നെ ബാക്കി സമയം നമ്മുടെ ജീവിത സാഹചര്യവും അധ്വാനവും ജോലിയൊക്കെ നോക്കി വേണമല്ലോ ക്രമീകരിക്കും. ചിലയിടത്ത് ജോലിക്ക് പോകുന്നവര് റംഷ ചെല്ലാൻ പറ്റാത്തവർ ലലിയ ഒരുമിച്ച് ചെല്ലിയിട്ട് കിടക്കാൻ പോകുന്നതിനെ കുറിച്ച് എന്നോട് പറഞ്ഞ് എനിക്ക് ഓർപ്പിക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ച് ക്രമപ്പെടുത്താൻ പറ്റാവുന്നതാണ്. ഈ കാലം അനുസരിച്ച് നമ്മൾ മാറുന്നതനുസരിച്ചല്ലേ അതിന്റെ ആ പാട്ടുകളുടെ ട്യൂണുകളൊക്കെ വ്യത്യസ്ത ട്യൂണുകൾ വരുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ട് തോന്നുന്നത്. ഇത് സർക്കിൾ എന്നൊക്കെ പറഞ്ഞൊരു ട്യൂണൊക്കെ ഉണ്ട്, അത് എനിക്ക് പോലും പാടായിട്ടുള്ളൂ. ട്യൂണൊരു പ്രശ്നമാണ്. ചിലത് നിരന്തരമായി ആലപിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുള്ളൂ. കഴിഞ്ഞ റംഷ നമ്മുടെ ദുക്രാനയുടെ തലേദിവസം ഞങ്ങളിവിടെ ശുശ്രൂഷ നടത്തിയപ്പോഴെല്ലാം തെറ്റിപ്പോയ ട്യൂണ്. അതിനെക്കുറിച്ച് പാടാം. കുടുംബ പ്രാർത്ഥന വൈകുന്നേരം ചെല്ലുന്നത് എപ്പോഴും സ്വന്തം നമസ്കാരവും റെഗുലറായിട്ട് ചെല്ലുന്ന ആ ഒരു പ്രാർത്ഥനയാണല്ലോ. അപ്പൊ അതിന് അതും ഈ റംഷാ പ്രാർത്ഥനയും ഉൾപ്പെടുത്തണം എന്നുള്ളതാണോ ഇപ്പം പറഞ്ഞു വരുന്നത്? ഇപ്പൊന്നല്ല, സഭ എപ്പോഴും ശുശ്രൂഷയ്ക്കാ പ്രാധാന്യം കൊടുക്കുന്നത്. ജപമാല നൊവേന എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൈവറ്റ് ഡിവോഷൻ, അതായത് റംഷ വൈകുന്നേരം ചെല്ലാൻ വേണ്ടി നിജപ്പെടുത്തി തന്നിരിക്കുന്നതാണ്. അത് വൈകുന്നേരം ചെല്ലുക. നമുക്ക് ഇപ്പൊ ജപമാല ഏത് സമയത്തും ചെല്ലാമല്ലോ. ഇറ്റ് ഈസ് പ്രൈവറ്റ്. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ളതുപോലെ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാനാണ് പ്രൈവറ്റ് ഡിവോഷൻ. പക്ഷെ ലിറ്റർജിയുടെ ഭാഗമായ സംഗതി ഒരു സമയത്ത് നമുക്ക് സഭ തന്നിരിക്കുന്നത് ചെയ്യാൻ കടപ്പെട്ടവരാണ്. പക്ഷെ നമ്മുടെ സഭയുടെ പ്രത്യേക ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ പാശ്ചാത്യവൽക്കരണത്തിന്റെ കുറെ നൂറ്റാണ്ടുകൾ ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ അത് തിരിച്ച് വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ തീർച്ചയായിട്ടും വൈകിട്ട് റംഷ ചെല്ലുന്നതാണ് ഏറ്റവും ഉചിതമായ കാര്യം. അങ്ങനെ ചെല്ലുന്ന ധാരാളം കുടുംബങ്ങളുണ്ട് കേട്ടോ. എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന കുടുംബങ്ങൾ ധാരാളമുണ്ട്. ഇതിന്റെ നമുക്ക് വീടുകളിലൊക്കെ ചെല്ലാനായിട്ട് അൽമാർക്കൊക്കെ ചെല്ലാനായിട്ട് ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഫോമുകളല്ല. അങ്ങനെ ഒരു ഫോം ഇല്ല. ഇല്ല.
അച്ഛാ, ഈ സീറോ മലബാർ സഭയുടെ ഒരു ആപ്പിനകത്ത് ഇത് തന്നിട്ടുണ്ട്. അതില് രണ്ട് രീതിയിലും കാണിക്കുന്നുണ്ട്. ഒന്ന് മ്യൂസിക്കിന്റെ സിമ്പിൾ കാണിച്ചും, മറ്റേ ടെക്സ്റ്റ് ആയിട്ടും. അപ്പൊ അതിനകത്ത് റംസ മ്യൂസിക്കലായിട്ട് തുടങ്ങുന്നത് അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേസിന് സ്തുതിഗീതം 3 പ്രാവശ്യം. ടെക്സ്റ്റ് ആയിട്ട് വരുന്നിടത്ത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന് നേരിട്ട് പറയുന്നു. അപ്പം വീട്ടിൽ ചെല്ലുമ്പോൾ ഈ ടെക്സ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് ട്യൂൺ അറിയത്തില്ലെങ്കിൽ ആ ടെക്സ്റ്റ് വായിച്ചാൽ മതിയോ? മതി 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 മതി. നോർമൽ മറ്റേത് ടെക്സ്റ്റ് വലിയ നമ്മൾ സോളമായിട്ട് നടത്തുമ്പോൾ വേണ്ടിയിരിക്കുന്ന ഒരു ഓപ്ഷനാണ് പള്ളികളിലൊക്കെ നടത്തുമ്പോഴേ. മറ്റേത് പാട്ടുകളില്ലാതെ നമുക്ക് ചെല്ലാനുള്ള ഓപ്ഷനായിട്ട് ഉപയോഗിക്കാം. അച്ഛാ, പിന്നെ നമുക്ക് ഈ ഉപേക്ഷിക്കാവുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാ ഈ ഒറ്റയ്ക്ക് ചെല്ലുമ്പോൾ നമുക്ക് പറ്റുന്നത്? നമുക്ക് അങ്ങനെ ഉപേക്ഷിക്കാന്ന് നമുക്ക് പറയാനൊന്നും പ്രാർത്ഥനയിലില്ല. സഭ തന്നിരിക്കുന്ന ഒരു പ്രാർത്ഥന ഇപ്പം യാമശുശ്രൂഷകൾ അങ്ങ് ഉപേക്ഷിക്കാവുന്നുള്ളതില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ പറയുന്നില്ല സത്യത്തില്. ഇപ്പൊ എത്രയേ ഉള്ളൂ, നമ്മള് പ്രാർത്ഥനയെ കാണേണ്ടത് നമുക്ക്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങിപ്പോവാണോ? അത് കർത്താവ് നോക്കിക്കോളും. ഉറക്കം വരുന്നതിനും വരെ പ്രാർത്ഥിക്കാന്നുള്ളതേ ഉള്ളൂ. ഉറക്കം വരുന്നതുകൊണ്ട് ഞാൻ ഷോർട്ട് ആക്കണമെന്നുള്ളൊരു ചൈതന്യത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സഭ അങ്ങനെ പറയുന്നില്ല. അതാണല്ലോ ഇപ്പൊ നമ്മുടെ സഭയിലെ സംഭവം. അങ്ങനെയാണല്ലോ, എല്ലാം ഷോർട്ട് ആക്കുന്നത്. അപ്പൊ അങ്ങനെ രാമശുശ്രൂഷ അങ്ങനെ പറയുന്നില്ല. പ്രാർത്ഥിക്കാൻ പറ്റുന്നത് പ്രാർത്ഥിക്കുക. എന്താണ് സമയം? ഉച്ചക്ക് 12 മണി മുതൽ 7-ാമത്തെ 3 മണി വരെ. 3 മണി വരെ. 3 മണി വരെ. ലത്തീൻ പാരമ്പര്യങ്ങളിലോട്ട് വരുമ്പോ എങ്ങനെയായിരിക്കും ലിറ്റർജി ഓഫ് അവേഴ്സ്? എന്തോ ലത്തീൻ പാരമ്പര്യങ്ങളിലേക്ക് വരുമ്പോൾ ലിറ്റർജി ഓഫ് അവേഴ്സിന് വ്യത്യാസം വരുന്നില്ലേ? അവർക്ക് 5 നേരമല്ലേ പറയുന്നുള്ളൂ? അല്ല, അവർക്കും സത്യത്തിൽ 7 നേരം ഉണ്ട്. അത് ചിലത് ഒരുമിച്ച് ചെല്ലുന്ന. എല്ലാ സഭകൾക്കും 7 നേരത്തെ പ്രാർത്ഥനയുണ്ട്. ചിലത് കാലക്രമേണ ഒരുമിച്ച് പോകുന്നതാണ്. എനിക്കൊന്ന് അന്ത്യോക്യൻ ട്രഡീഷനിൽ അങ്ങനെ ഒരുമിച്ച് ചെല്ലുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഒരുമിച്ച് ചെല്ലുമ്പോഴും ആ പ്രാർത്ഥന 7 എന്നുള്ള കൺസെപ്റ്റ് അവിടെ നിലനിൽക്കുന്നുണ്ട്. അച്ഛാ, പിന്നെ നമ്മൾ ഈ കുർബാന ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നതിലും നല്ലത് അതാത് സമയത്തെ യാമ ശുശ്രൂഷകള് ഏതേലും ഈ സന്യാസ വൈദികരൊക്കെ ചൊല്ലുന്നുണ്ടാവുമല്ലോ, അപ്പം അത് ലൈവ് വിടുന്നതല്ലേ നല്ലത്? ഈ കുർബാന ഇങ്ങനെ ലൈവ് വിടുന്നത് കൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഒന്നും ലൈവ് ഇടാതിരിക്കാൻ നല്ല. കുർബാന അതല്ല, അങ്ങനെ ഇറ്റ് ഈസ് എ മിസ്റ്ററി. കുർബാന ഒരു മിസ്റ്ററിയാണ്, റാസയാണ്, എല്ലാം മിസ്റ്ററിയാണ്. നമുക്ക് അങ്ങനെ ചെയ്യേണ്ടതല്ലല്ലോ കുർബാന. ഇപ്പം നമുക്ക് സംബന്ധിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അറിയാവുന്ന പ്രാർത്ഥന ചെല്ലാന്നുള്ളേ ഉള്ളൂ, അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും അതായത് സമയത്ത് യാമശുശ്രൂഷകൾ ചെല്ലുക എന്നുള്ളതാണ് സഭ നമ്മൾ നിർദ്ദേശിക്കുന്നത്. പണ്ട് ഈ ഡെയിലി കുർബാന ഇല്ലായിരുന്നല്ലോ. ഞായറാഴ്ച മാത്രമേ തിരുനാളുകൾക്കും കുർബാനയുള്ളൂ. ബാക്കി സമയത്ത് എന്താ ജനം ചെയ്യുന്നത്? എല്ലാവരും അവരുടെ യാമശുശ്രൂഷകളെ ചൊല്ലി ദേ ആർ ഈഗർലി വെയിറ്റിംഗ് ഫോർ നെക്സ്റ്റ് സെലിബ്രേഷൻ. ഏതാണ്? കുർബാനയുടെ സെലിബ്രേഷന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യാണ്. ഇന്നിപ്പോ ഡെയിലി കുർബാന ഓരോ പള്ളിയിലും ഇഷ്ടംപോലെ കുർബാന അങ്ങനെ വന്നിരിക്കുന്നതുകൊണ്ട് കാപ്സ്യൂൾ പരുമത്തിൽ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം ചൈതന്യം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പൊ കുർബാനയുടെ ചൈതന്യം തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ യാമശുശ്രൂഷ ചൊല്ലി കുർബാനയ്ക്ക് ഒരുങ്ങുന്ന, യാമശുശ്രൂഷ ചൊല്ലി കുർബാനയുടെ ചൈതന്യം തുടർച്ചയാക്കുന്ന ഇതിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. ഇപ്പം ഇങ്ങനെയാവുമ്പോഴേ നമുക്ക് പരിചയമില്ലാത്തവർക്ക് ഇതൊന്ന് അറിയാനും പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ കുർബാന ലൈവ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നെ വെച്ചാൽ നമുക്ക് ലാറ്റിൻ നമുക്ക് അങ്ങനെയുണ്ടോ? കേട്ടില്ല. ഇപ്പൊ ലാറ്റിൻ അവരുടെ യാമശുശ്രൂഷകൾ ചൊല്ലിയില്ലെങ്കിൽ അവർക്കത് ചാവുദോഷം ഉള്ളതാന്ന് തോന്നുന്നു. അങ്ങനെ ഒരു നിയമം ഉണ്ടെന്ന് തോന്നുന്നു. അച്ഛന്മാരാണെന്നോട് എനിക്കൊന്ന് സംസ്ഥാന പട്ടം സ്വീകരിക്കുന്നതോടുകൂടി അവർക്ക് അങ്ങനെ ഒരു നിയമം ഉണ്ട്. പക്ഷെ നമ്മുടെ ഒരു സുറിയാനി പാരമ്പര്യത്തിൽ ഒന്നും നിർബന്ധമല്ല. ഇതെല്ലാം സ്നേഹത്തിന്റെ ബലത്തിൽ ചെയ്യേണ്ട. ഞായറാഴ്ച കടം എന്നുള്ള കൺസെപ്റ്റ് എങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത്? ഈ ഞായറാഴ്ച പള്ളി പോകാതിരിക്കുന്നതിനെ കുറിച്ചൊരു നസ്രാണിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പൊ അവന് കടം അങ്ങനെയല്ല. അപ്പം ഈ എന്നാ പറയുന്നത്, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല.
അങ്ങനെ നിർബന്ധിച്ച് ചെയ്യേണ്ടതെന്നായിട്ട് സുറിയാനി പാരമ്പര്യത്തിൽ ഒരു പ്രാർത്ഥനയും കാണുന്നില്ല. ഇത് അവന്റെ ആത്മരക്ഷയ്ക്കും സ്പിരിച്വൽ ഗ്രോത്തിനും അത്യന്താപേക്ഷിതമാണ്. കർത്താവ് കുർബാനയെ കുറിച്ച് പഠിപ്പിച്ച് ആരെയും നിർബന്ധിച്ച് കർത്താവ് കുർബാനയുടെ ചൈതന്യത്തിലെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടോ? യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ പോകുന്നവർ ചുറ്റും നിന്ന 12 പേര് നിങ്ങൾ പോകുന്ന പൊക്കോളനാ പറഞ്ഞത്. അപ്പം ഒരിക്കലും ഇതൊന്നും നിർബന്ധം കൊണ്ടുണ്ടാകേണ്ട ഒരു കാര്യമല്ല. ഒന്ന് ഹോൾഡ് ചെയ്യണേ. ചന്ദ്രയെ പള്ളി അടച്ചോട്ടെ. ഇവിടെ ചെയ്യാവേ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. പള്ളി അടച്ചേരെ. പള്ളി അടച്ചോളൂ. സോറി കേട്ടോ, നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആയെന്ന് അറിയാം നിങ്ങളുടെ സമയം. ഞാനേ ഒന്ന് നിർത്തിക്കോട്ടെ എന്നേ. എന്തായാലും എനിക്ക് നിങ്ങളുടെ എന്തോ ഇസ്രായേൽ ജനതകള് 3 സ്ഥലങ്ങളിൽ പ്രാർത്ഥിച്ചിരുന്നുവല്ലോ. ഓർസ്ലീം ദേവാലയത്തിലും സിനഗോഗിലും ഭവനത്തിലും. അപ്പം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ മാത്രമാണോ അവര് സിനഗോഗുകളിൽ പ്രാർത്ഥിച്ചിരുന്നത്? അല്ല, മാത്രമല്ല തിങ്കൾ വ്യാഴം ദിവസങ്ങളില് സിനഗോഗിന്റെ ദിവസങ്ങളായിട്ട് കരുതിയിരുന്നു. അതിനകത്ത് ബാക്കി ദിവസങ്ങൾ ഇല്ലായിരുന്നു എന്നല്ല, ബാക്കി ദിവസം ഉണ്ടായിരുന്നു. തിങ്കൾ വ്യാഴം വരാൻ കാര്യം തിങ്കൾ വ്യാഴം ചന്ത ദിവസവും കൂടെ ആയിരുന്നു കേട്ടോ. അപ്പൊ ചന്തയ്ക്ക് പോകുന്നവർക്ക് സിനഗോഗിലും കയറി പ്രാർത്ഥിക്കുക എന്നുള്ള കൺസെപ്റ്റാണ് കൂടുതൽ അത് അങ്ങനെ തിങ്കൾ വ്യാഴം വരുന്നത്. പക്ഷേ ബാക്കി ദിവസങ്ങളും സിനഗോഗ് പ്രാർത്ഥന ഉണ്ടായിരുന്നു. എവരിഡേ സിനഗോഗ് പ്രാർത്ഥന ഉണ്ടായിരുന്നു. താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. പെട്ടെന്ന് നിർത്തേണ്ടി വന്നതിൽ ഒരു സോറി ചോദിക്കുന്നു. യോഗേച്ചിനോടും സോറി ചോദിക്കുന്നു. അപ്പം അച്ഛനെ ചുരുങ്ങിയ സമയം കൊണ്ടാണേലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് തന്നു. അപ്പോൾ അതിനെ ഏറെ സ്നേഹത്തോടെ നല്ലോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് അച്ഛന് ഈ തിരക്കുകൾക്കിടയിലും ഞാൻ വിളിച്ചപ്പോൾ തന്നെ അച്ഛൻ തിരക്കിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞെങ്കിലും അച്ഛന് ഒരു മണിക്കൂർ നേരം നമുക്ക് വേണ്ടി കണ്ടുപിടിച്ചു. അച്ഛനെ എല്ലാവരുടെയും പേരിൽ ഏറെ സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ അവസാനത്തെ ക്ലാസ് ആയിരുന്നു. നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായ അല്ലെങ്കിൽ നമ്മുടെ അനുദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ക്ലാസ് തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അച്ഛനെ നമുക്ക് വേണ്ടി ക്രമീകരിച്ച് നൽകിയതിന്, നമുക്ക് എടുത്തു തന്നതിന് ഏറെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് പിതാവിനും പുത്രനും റുഹാർദുശായിക്കും സ്തുതി. താങ്ക് യു അച്ഛാ. താങ്ക് യു അച്ഛാ. താങ്ക് യു. താങ്ക് യു കേട്ടോ. താങ്ക് യു അച്ഛാ. താങ്ക് യു.